ആമേൻ. ഈ ബൈബിൾ എടുത്തങ്ങ് വായിച്ചാൽ മതി, കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യേശു നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ വചനത്തിലാണ് സത്യവും സാരവും സകലതും ഇരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ മോഹിനി അശോകനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കൾക്കും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാകുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, താനായിരുന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് എങ്ങനെ തന്നെ വിടുവിച്ചോ, ഇന്ന് കർത്താവിന് വേണ്ടി ഏതെല്ലാം മേഖലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഓരോ ശ്രോതാക്കൾക്കും വലിയ വിടുതലിന് കാരണമായി തീരും. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോടെ അവസാനം വരെ ഈ ജീവിതാനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയുണ്ടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സിസ്റ്റർ മോഹിനി അശോകനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ സിസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ പഞ്ചായത്തിൽ ഊമരുതിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് മോഹിനി, എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അശോകൻ. എനിക്ക് 2 കുഞ്ഞുങ്ങള്, രണ്ടുപേരും കുടുംബസ്ഥരാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും മാത്രമേ ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലുള്ളൂ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ദൈവഭക്തനോട് ആദ്യം തന്നെ ഞാൻ നന്ദിയും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ജീവിതാനുഭവങ്ങൾ തുടർമാനമായി അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ ദാസൻ കഴിഞ്ഞ നാളുകളിൽ ഇതിനു മുമ്പേ ഇത് പറയാൻ എന്നെ ക്ഷണിച്ചിരുന്നു. എന്റെ ഭവനത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കർത്താവിന്റെ നാമത്തിൽ ആദ്യം തന്നെ ഞാൻ ക്ഷമ പറയുകയാണ് ദൈവദാസനോട്. ആമേൻ. എന്നാൽ കർത്താവിന്റെ സമയമാണല്ലോ, നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയം ഇന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഈ അനുഗ്രഹീതമായ ഈ മീറ്റിംഗിൽ കർത്താവിന്റെ ദൈവഭക്തനോട് ചേർന്ന്, അരോമ ടിവിയുടെ ദൈവമക്കളോട് ചേർന്ന് എന്നെ വീണ്ടെടുത്തവനും രക്ഷകനുമായ എൻ്റെ കർത്താവിനെ ഉയർത്തുവാനും എൻ്റെ സാക്ഷ്യം പറയുവാനും എൻ്റെ കർത്താവ് എനിക്ക് എന്ന മഹാഭാഗ്യത്തിന് സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ മാനവും മഹത്വവും അർപ്പിക്കുന്നു. എൻ്റെ പേര് മോഹിനി അശോകൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത് എൻ്റെ 29ാമത്തെ വയസ്സിലാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എൻ്റെ ചെറുപ്രായം, ബാല്യം എനിക്കൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജനനം പുനലൂരിന് കിഴക്ക് ഉറുകുന്നെന്ന് പറയുന്ന സ്ഥലത്താണ്. സ്തോത്രം. എനിക്ക് അപ്പന് അമ്മ. ഉറുകുന്നിലായിരിക്കുമ്പം ഞങ്ങൾ 8 മക്കൾ. അതിന് ശേഷം ഞങ്ങൾ ഈ നാട്ടിൽ വന്നത് എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ പിതാവ് എന്നെയും എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്ന് ആദ്യം ഇറങ്ങി എനിക്കൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് ശോഭിനി എന്നാണ്. ശോഭിനി ചേച്ചി, ഞങ്ങൾ കുമാരി ചേച്ചി എന്ന് വിളിക്കും. കുമാരി ചേച്ചിയും എന്നെയും എടുത്തുകൊണ്ട്, അതുപോലെ ഞങ്ങൾക്ക് 2 പേർക്ക് മൂത്തതായ പ്രസാദ് എന്ന് പറയും, അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക്, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒക്കെ ഉറുകുന്ന ദേശത്താണ് ആയിരിക്കുമ്പോ തന്നെ ചെറുപ്രായത്തിൽ ഞങ്ങളെ എടുത്തുകൊണ്ട്, എൻ്റെ അമ്മയോട് പിണങ്ങിയാണ് ഒരു കണക്കിന് എൻ്റെ അപ്പൻ ഈ ദേശത്തേക്ക്, കലഞ്ഞൂര് പൂമരുതിക്കുഴി ദേശത്തിലേക്ക്, അന്ന് ഏറനാട്ടുപാറ, ഊത്തുപാറയ്ക്കും പൂമരുതിക്കുഴിക്കും ഇടയ്ക്ക് കമ്പോത്തും പച്ച, അതിന്റെ കുന്നിന്റെ മണ്ടയിലെ ഇടഭാഗമായിട്ട് ഞങ്ങൾ ഏറനാട്ടുപാറ എന്ന് പറയും ഞങ്ങൾ താമസിച്ച സ്ഥലം. അവിടെ വന്ന് താമസമായി ഏകദേശം 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കറക്റ്റ് 2 വർഷം, എനിക്കൊരു 5 വയസ്സോളമായി എൻ്റെ അമ്മയും
മറ്റുള്ള സഹോദരങ്ങൾ ഈ ദേശത്തെത്തുന്നത്. ഈ ദേശത്ത് വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. കാര്യം തടിക്കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ ചെറിയൊരു ഹോട്ടൽ കാര്യങ്ങൾ, കടയും അങ്ങനെയുള്ള. എൻ്റെ അമ്മ കച്ചവടവും കൂപ്പുകൾ എടുത്ത് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. ഇപ്പോഴും അച്ഛന്റെ കുടുംബക്കാരൊക്കെ കൊട്ടാരക്കര ഏരിയയിൽ പുത്തൂര്. എന്നാൽ ഞങ്ങളുടെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അപ്പൻ ബിസിനസ്സിൽ പൊട്ടിത്തകർന്നു. എൻ്റെ അമ്മയുടെ സാമ്പത്തികമായിട്ടുള്ള 4-5 ഏക്കർ സ്ഥലവും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല ഒരു ഭവനത്തിൽ അമ്മയ്ക്ക് ഇത് കൊടുത്താണ് അമ്മയെ വിവാഹം ചെയ്തയച്ചത്. എല്ലാം പൊട്ടിച്ച് എല്ലാം വിറ്റ് ലാസ്റ്റ് ഒന്നുമില്ലാതെ 25 സെന്റ് സ്ഥലവും മാത്രമാക്കി. അതുകൂടെ വിൽക്കാൻ പണ്ട് അമ്മയോട് വഴക്കിട്ട സമയത്താണ് അമ്മ അത്, മൂത്ത ചേച്ചിക്ക് ഇച്ചിരി പ്രായമുണ്ട്, ചേച്ചി അമ്മയെ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കൊച്ചു 8 പേരുണ്ടെങ്കിലും എല്ലാവരും ഈ രണ്ട് വയസ്സിന് താഴെ ഇളയത്തങ്ങളാണ്. സമ്മതിക്കാഞ്ഞതുകൊണ്ട് അമ്മയെ ഒത്തിരി ഉപദ്രവിച്ച് ചേച്ചി ഞങ്ങൾ 3 പേരെയും കൊണ്ട് അച്ഛനേക്ക് പോകും. ഇവിടെ വരുമ്പോൾ എല്ലാ മൃഗങ്ങളും, എനിക്ക് ഈ 3 വയസ്സുള്ളപ്പം എന്താ നമുക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഈ നാട്ടിൽ വരുമ്പം എനിക്ക് ഓർമ്മയാകുന്ന സമയത്ത് പോലും ചെറിയ പുല്ലും അങ്ങനെ കമ്പൊക്കെ അടിച്ചാണ് പട്ടിയും കാര്യങ്ങളും ഈ കാട്ടു മൃഗങ്ങളും ഒന്നും കയറാതെ ആ ഷെഡൊക്കെ എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മകളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇടുക്കിയുടെ ദേശത്ത് പോയപ്പം അങ്ങനെയുള്ള ഭവനങ്ങൾ പാർക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതേ രീതിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ അച്ഛൻ എന്നെ എൻ്റെ ചേച്ചിയും ഒന്നുകൂടെ ഞാൻ പറയാം, വന്നതിന് ശേഷം ഒരു 2-3 ആഴ്ച എൻ്റെ ബ്രദർ ഇവിടെ നിന്നേച്ച് ഞങ്ങളെയും കൊണ്ട് വന്ന കൂട്ടത്തിൽ എൻ്റെ ബ്രദറിനെ ഇച്ചിരി പ്രായം മുതിർന്നയാളാ. അദ്ദേഹം ഈ മലയും കാടും ഈ ഇതും ഒക്കെ കണ്ടിട്ട് ഞങ്ങളെ 2 പേരെയും അച്ഛനെയും കളഞ്ഞേച്ച് അണ്ണൻ അങ്ങ് തിരിച്ചുപോയി. ശേഷം ഞങ്ങൾ 2 പേരും തനിച്ചായി. എൻ്റെ അപ്പൻ വിറക് കീറിയും ദൂരെ കൂടൽ കടകളിലെ, അതുപോലെ തന്നെ ഇച്ചിരി ദൂരെ പത്തനാപുരത്തൊക്കെ വിറക് കീറി കൊണ്ടു കൊടുത്ത് ഞങ്ങളെ പോറ്റുകൊണ്ടൊക്കെ ഇവിടെയായി. ഇടയ്ക്ക് എൻ്റെ അമ്മയും സഹോദരങ്ങളെയും കാണാൻ അച്ഛൻ ഇടയ്ക്ക് ഉറുകുന്നോട്ട് പോകും. അപ്പൊ ഞങ്ങൾ 2 പേരും തനിയാകും. ഞാനും എൻ്റെ ചേച്ചിയും തനിയാകും. എൻ്റെ ചേച്ചി എന്നെക്കാളും 4 വയസ്സിന് മൂത്തതാണ്. ചേച്ചിക്ക് ഒരു 7 വയസ്സ് കാണും. അപ്പം എൻ്റെ ചേച്ചിയാണ് എന്നെ പോറ്റുന്ന ഉത്തരവാദിത്തം എൻ്റെ ചേച്ചിക്കാണ്. ഈ 7 വയസ്സ് കാലം വരെ എൻ്റെ ചേച്ചി അക്ഷരം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. ഉറുകുന്ന ദേശത്ത് അക്ഷരം പഠിപ്പിക്കാനെങ്ങാണ്ട് ആശാന്റെ അടുത്ത് കൊണ്ടിരുത്തിയതേ ഉള്ളൂ. എനിക്ക് 3 വയസ്സുള്ളപ്പം എന്നെ നോക്കുന്ന ജോലി എൻ്റെ ചേച്ചിക്കായി. അപ്പൊ ഇവിടെ വന്ന് അച്ഛൻ മിക്കവാറും പോകുന്നുണ്ട് വരുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് മറക്കാനൊക്കാത്ത ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പന്റെ ചേട്ടൻ, എൻ്റെ വല്യച്ഛന്റെ പേര് കുമാരസ്വാമി എന്നാ. ഒരുമാതിരിപ്പെട്ടവരെല്ലാം അറിയും അദ്ദേഹത്തെ. അദ്ദേഹം മുഖാന്തരം അദ്ദേഹം ഇവിടെ താമസിക്കുന്ന കാരണമാണ് ഞങ്ങളെയും കൊണ്ട് വല്യച്ഛന്റെ അടുത്ത് വന്നാൽ അദ്ദേഹം കൈത്താങ്ങൾ കൊടുക്കും എന്നുള്ള രീതിയിലാണ് എൻ്റെ ഫാദർ ഇങ്ങോട്ട് പോരുന്നത്. ഇവിടെ വന്ന് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പകഞ്ഞു പിടിച്ചു. അന്നൊക്കെ അങ്ങനെ പറ്റുമായിരുന്നല്ലോ. അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു 2 ഏക്കർ സ്ഥലത്തോളം പകഞ്ഞു പിടിച്ച് എൻ്റെ അപ്പൻ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. എല്ലാം ചെയ്തു കഴിഞ്ഞ് എൻ്റെ അമ്മയെ പോയി വിളിച്ചു. ഇതുപോലെ അവിടെ 1-2 ഏക്കർ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ അങ്ങനെ ഗത്യന്തരമില്ലാതെ എൻ്റെ അമ്മ ആ 25 സെന്റ് സ്ഥലവും കൂടെ കൊടുത്ത് ബാക്കി മക്കളെയും കൊണ്ട് നേരെ ഇങ്ങ് വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും 2 വർഷമായി. നെല്ലായി, ചീനി, കപ്പ, കാച്ചില്, എല്ലാ കാര്യങ്ങളുമായി ഈ ദേശത്ത് എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ അറിയുന്നില്ല, എൻ്റെ ഫാദർ അറിയുന്നില്ല എൻ്റെ വല്യച്ഛൻ എൻ്റെ അച്ഛനെ കുടുക്കിയതാണെന്ന്. അന്ന് 50 രൂപ എൻ്റെ വല്യച്ഛന് കൊടുത്തിട്ടാണ് അത്രയും സ്ഥലം എൻ്റെ അപ്പൻ മേടിക്കുന്നത്. ആ വകഞ്ഞു വെച്ച സ്ഥലം മറ്റൊരാളുടെ പേരിൽ സർക്കാർ കൊടുത്ത, അദ്ദേഹത്തിന്റെ പേരിൽ സർക്കാർ അദ്ദേഹത്തിന് പതിച്ചു കൊടുത്ത ഭൂമിയായിരുന്നു. ഞങ്ങളത് അറിയുന്നില്ല. പക്ഷേ ആളില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് എൻ്റെ അപ്പന്റെ ചേട്ടൻ തന്നെ ഒരു 50 രൂപ വാങ്ങിക്കൊണ്ട്, അന്നത്തെ കാലത്ത് 50 രൂപ വാങ്ങിക്കൊണ്ട് എൻ്റെ അപ്പന് ഈ സ്ഥലം കൊടുത്തു. ഞങ്ങൾ അതിലെല്ലാം, ഞങ്ങൾ ഈ 5-8 മക്കളും അമ്മയും അച്ഛനും എൻ്റെ അമ്മ നല്ല മറ്റൊരാടെയും വീട്ടിൽ പോകത്തില്ല. എൻ്റെ അമ്മ നല്ലൊരു അധ്വാനിയാണ്. നല്ല കൃഷി ചെയ്യാൻ മിടിക്കുകയാണ് എൻ്റെ അമ്മ. ഈ 2-3 ഏക്കർ സ്ഥലത്തിന് അത് കൃഷിയും കാര്യങ്ങളും നെല്ലുൾപ്പെടെ സകല സാധനവും ആയി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഭൂമിയുടെ ഉടമയെ ആ നാട്ടുകാരെല്ലാം കൂടെ 1-2 പേര് എൻ്റെ അപ്പനോട് ഇച്ചിരി വിദ്വേഷം ഉള്ളവർ പോയി അറിയിച്ച്, അങ്ങ് നൂറിനാട് ഭാഗത്താണ് ഈ വസ്തു കിട്ടിയവർ വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞേച്ചു പോയത്. അവരെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ അത് അവർക്ക് വേണമെന്നായി, കേസായി, വഴക്കായി. ആ ഉറൂന്നിൽ നിന്ന് വിറ്റുകൊണ്ട് വന്ന 25 സെന്റ് സ്ഥലത്തിന്റെയും പൈസ കേസിനകത്ത് കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ ദൈവനാമത്തിന്റെ മഹത്വത്തിനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിട്ട് ഞങ്ങൾ അത് അവിടെ കിടന്നായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ കടന്നുപോയേനെ. അങ്ങനെ അല്പം പൈസ ബാക്കിയുള്ളതിന് ഒരു 3 ഏക്കർ സ്ഥലം ഏറാട്ടുപാറയുടെ മണ്ടേ എൻ്റെ ഏറ്റവും
ഉയർന്ന കുന്നിന്റെ മണ്ടേ എൻ്റെ അപ്പൻ വാങ്ങി അതിനകത്ത് റബ്ബറും കാര്യങ്ങളും ഒക്കെ വെച്ച് ഞങ്ങള് പിന്നെ എന്നാലി ഞങ്ങള് അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം കർത്താവിന്റെ ഭക്തൻ എൻ്റെ ബ്രദർ ആയിരിക്കുന്ന പാസ്റ്റർ പ്രഹ്ലാദന് ഈ ദേശത്ത് വന്നതിന് ശേഷമാണ് ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ജനിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷം സുപ്രഭ എന്ന് പറയുന്ന എൻ്റെ ഒരു അനുജത്തി, അവൾ ഇന്ന് ഭൂമിയിലില്ല, 1 വർഷമായി ആമേൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആമേൻ ദൈവദാസന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല ഭക്തിയുള്ള കുടുംബമാണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അപ്പനും നല്ല ഭക്തി എന്ന് വെച്ചാൽ കാണുന്നിടത്തൊക്കെ അവര് ക്ഷേത്രം വെക്കുകയും, 3 ക്ഷേത്രം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തെ പൂജാരിയായിട്ട് എൻ്റെ അപ്പൻ ഉൾപ്പെടെ എൻ്റെ സഹോദരൻ പ്രഹ്ലാദനായിരുന്നു ഏറ്റവും നല്ല. അവൻ കുഞ്ഞുനാളിൽ തൊട്ടേ ഞങ്ങളെ അല്ലെങ്കിൽ ആ പൂജയ്ക്ക് കാര്യത്തിനും അവൻ നേർച്ച പറഞ്ഞു. ഞങ്ങൾ 7-8 മക്കൾ ജനിച്ചതിന് ശേഷമുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങളുടെ അമ്മ നേർച്ച പറഞ്ഞു, അന്നത്തെ കാലത്ത് നേർച്ച പറഞ്ഞു കിട്ടിയ ഒരാളാ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ തുമ്പിക്കൈ പോലെ പിന്നെ ജടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ കർത്താവിന്റെ ഭക്തൻ പാസ്റ്റർ പ്രഹ്ലാദന്, അദ്ദേഹമാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഇത്രയും നിൽക്കാൻ, കർത്താവിന്റെ കൃപയിൽ നിൽക്കാനും. എനിക്ക് ആദ്യം തന്നെ പറയട്ടെ, കർത്താവ് കഴിഞ്ഞാൽ എനിക്കൊരു സാക്ഷ്യം. 14 വയസ്സ് ഉള്ള സമയത്ത് എൻ്റെ അപ്പൻ മഹാമദ്യപാനി, അന്നും മദ്യപാനി. ഈ ഉറുന്നീന്ന് വന്നിട്ടും എൻ്റെ അപ്പൻ മദ്യപാനത്തിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. സ്വന്തമായി മാറ്റി കുടിക്കാൻ തക്കവണ്ണം അദ്ദേഹം എവിടെ മദ്യം കിട്ടും അവിടെ. കാര്യം അന്ന് ഈ ഏരിയ മുഴുവനും, ഈ പൂമരുതിക്കുഴി, തട്ടാക്കുടി, പോത്തുപാറ ഏരിയ മുഴുവനും വാറ്റില്ലാത്ത ഒരു ഭവനമില്ല. വിരളമാണ്, വിരളിൽ ഇല്ല. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ അങ്ങനെയുള്ള ഒന്നീ വാറ്റ് ഇല്ലെങ്കിൽ സർക്കാർ ഇപ്പൊ ചേർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കുടുംബങ്ങളാണ്. കാര്യം ഫോറസ്റ്റിൽ നിന്ന് എടുത്തോണ്ട് പോയും അങ്ങനെയൊക്കെ ഉപജീവിക്കുന്ന കാലമാണ് അന്നത്തെ കാലം. അപ്പൊ എൻ്റെ അപ്പൻ മദ്യവെച്ച് ഒരു ദിവസം എനിക്ക് 10-14 വയസ്സുള്ളപ്പം എൻ്റെ അപ്പൻ ഓവറായിട്ട് മദ്യപിച്ച്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ കാര്യം, അപ്പൻ മദ്യവെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിലല്ല സ്വൈര്യക്കേട്, നാട്ടുകാർക്കാണ് സ്വൈര്യക്കേട്. നേരത്തെ സൊസൈറ്റി തല്ലിപ്പൊളിച്ചു. അതൊക്കെ ഈ ഞങ്ങൾക്ക് ഇച്ചിരി അറിവായപ്പോ ഞങ്ങൾക്കൊരു വല്ലാത്ത ഒരു ഇതുപോലെ തോന്നി. എന്നാൽ എൻ്റെ അപ്പൻ ഞങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പക്ഷെ മദ്യപാനത്തിനൊരു കുറവില്ല. ഒരു ദിവസം എൻ്റെ അപ്പൻ മദ്യപിക്കുന്ന സ്ഥലത്ത് ഞാനെ ഔപചാരികമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ 2 അതിഥികൾ ആസിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് അപ്പനെ കാണിക്കാൻ അവരെയും കൊണ്ട് കയറിപ്പോയ സമയത്ത് അവിടെ ഇതുപോലെ മാറ്റി നടക്കുന്ന സ്ഥലമാ, പറയുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പം അദ്ദേഹം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോ ഭയങ്കര വേദന തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അമ്മാവ കുറച്ചു കൊടുക്കണേ അമ്മാവ, ഞങ്ങളുടെ വീട്ടിൽ വഴക്കായിരിക്കും ഇല്ലെങ്കിൽ. അപ്പൊ അത് അച്ഛനെ അങ്ങനെ അദ്ദേഹത്തെ കേൾക്കെ പറഞ്ഞപ്പം അച്ഛനൊരു ക്ഷീണം പോലെ തോന്നി. തിരിച്ച് അദ്ദേഹം ഇറങ്ങി വന്ന് എന്നെ കണ്ടമാനം ഉപദ്രവിക്കുവാനെടുത്തൊക്കെ അവിടെയായി. അത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അന്ന് മുളയൊക്കെ വാരി വെച്ചാണല്ലോ നമ്മൾ ഈ പുല്ല് മേയുന്നത്. അദ്ദേഹം ഇറങ്ങി വരുന്ന വരവ് കണ്ടപ്പോഴേ എൻ്റെ ചേച്ചി, എനിക്ക് ഈ ചോമിനി ചേച്ചി അന്നൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല, ചോമിനി ചേച്ചി എന്നോട് പറഞ്ഞു, മക്കളെ നീ ഓടിപ്പോക്കോ, രക്ഷപ്പെട്ടോ, ഇന്ന് നിനക്ക് കോളാ എന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി. അന്ന് മടന്ത പോലെ വളർന്നേക്കുക. ഈ 3 ഏക്കറിലും കൃഷിയാണ്. ഈ ചേമ്പിന് മറഞ്ഞിരുന്ന് എൻ്റെ അപ്പനെ ഇറങ്ങി വന്ന് മണിക്കൂറുകൾ തപ്പി എന്നെ കണ്ടുപിടിച്ച്, എൻ്റെ അപ്പൻ കണ്ടുപിടിച്ച് വാരിന്ന് മുള വലിച്ചുകൂരി എൻ്റെ അപ്പൻ എന്നെ ഒരുപാട് തല്ലി. എന്തുമാത്രം എന്നെ ഉപദ്രവിച്ചു എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതുപോലെ എൻ്റെ ചേച്ചി എണീറ്റ് ശക്തമായിട്ട് എതിർത്ത്. ചേച്ചി വിവാഹം കഴിഞ്ഞ് ചേച്ചി മൂത്ത കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ് എൻ്റെ വീട്ടിൽ ഇത് നടക്കുമ്പോൾ. അങ്ങനെ ഈ 14 വയസ്സിൽ എനിക്ക് ഈ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവം കിട്ടി. എൻ്റെ അപ്പന്റെ മദ്യപാനം മാനസികമായിട്ട് ഒത്തിരി തകർന്ന നിമിഷങ്ങളാ. ഇതിനിടയിൽ പറയാം, എൻ്റെ മൂത്ത ചേച്ചി വിവാഹിതയായി. ഇളയ 2 സഹോദരങ്ങൾ, 2 ആണുങ്ങളാണ്. അവർക്ക് 18, 19, 20 വയസ്സായപ്പോഴത്തേന് അവരുടെ സ്വന്തമായിട്ട് കാര്യം അപ്പന്റെ മദ്യപാനം ഈ ബാക്കിയുള്ള ഇളയ സഹോദരങ്ങളൊക്കെ നോക്കാൻ വയ്യാത്ത രീതിയിൽ ഈ മൂത്ത 2 സഹോദരങ്ങളും അവർക്ക് അവർ ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായിട്ട് അവരുടെ വിവാഹം നടത്തി. അവരങ്ങ് പോയി. അവർ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഒന്നും നോക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ബാക്കി താഴെയുള്ളവരാണ് ഈ ഉള്ളത്. അപ്പൊ അവിടെ ഏറ്റവും വലുതായിട്ട് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദൈവദാസനെ, ആമേൻ, ദൈവമക്കളെ, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ UP ഒക്കെ പഠിച്ചിട്ടുള്ളൂ. പോത്തുപാറ സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് CMS സ്കൂള് അതിരിങ്കൽ സ്കൂളിൽ വെച്ച് എനിക്ക് പഠിത്തം നിർത്തേണ്ടതായിട്ട് വന്നു. അതിരിങ്കൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി, പ്രയാസങ്ങളും ഉണ്ടായത്. അങ്ങനെ അപ്പന്റെ ഉപദ്രവം നിമിത്തം എനിക്ക് പിന്നെ വീട്ടിൽ ജീവിക്കണ്ട എന്നുള്ള കാര്യം എനിക്കങ്ങ് മാനസികമായിട്ട് ഒത്തിരി ചിന്തയുണ്ടായിട്ട് മരിക്കാൻ പേടി. മരിച്ചു പോയാൽ ഒരു വല്ലാത്ത ഒരു, എന്നാൽ
അന്ന് മരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് ചിന്തിക്കും, അയ്യോ ഇവർക്കൊക്കെ ഒരു പേടിയില്ലാതെ ചെയ്യുന്നല്ലോ എന്ന്. പക്ഷെ എനിക്ക് മരിക്കാൻ പേടി. ഞാൻ നേരെ ഇറങ്ങി, എനിക്ക് നേരെ ഉറൂന്നിലോട്ട് പോകാനുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി അങ്ങ് നടക്കുക. നടന്ന് നേരെ പോകുന്നെന്ന് വെച്ചാൽ, ഞാൻ CMS സ്കൂള് ആതിരങ്കൽ പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു, ജോയ്സ് എന്ന പേര്. ഞങ്ങൾ ഒരുമിച്ച് 6ാം ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പം ഈ ജോയ്സിന്റെ പപ്പ ഗൾഫിലും, മമ്മി അവര് CS മാർത്തമ്മക്കാരാണ്. ആ വീട്ടിൽ ചെന്ന് ജോയ്സിന്റെ വീട്ടിലെ പ്രാർത്ഥനയും പാട്ടും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇടവേളയ്ക്ക് ആഹാരം കൊണ്ടുപോകുമ്പോൾ ജോയ്സിന്റെ വീട്ടിൽ നിന്ന് ആഹാരം ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യും. മമ്മി പറഞ്ഞു ഈ സമാധാനക്കേടും ഒക്കെ ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ, അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞാൽ കഴിയാത്ത ഒരു കാര്യമില്ല, യേശു സകലത്തിനും മതിയായവനാ, യേശുവാണ് ദൈവം എന്ന് പറഞ്ഞ് അതെന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് എനിക്ക് തോന്നി, അതിരിങ്കൽ പോയാലോ. നേരെ അതിരിങ്കം നടന്ന് ഞാൻ ഒരു സന്ധ്യാസമയത്ത് അതിരിങ്ക ചക്കുതറ എന്ന വീട്ടുപേര്, എനിക്ക് വീട്ടുപേര് പറഞ്ഞ് ആ പേര് പറഞ്ഞില്ലെങ്കിൽ ദൈവദാസനെ, ദൈവമക്കളെ, ആ ചക്കുതറ പൊടിയച്ചൻ എന്ന് പറയുന്ന വർഗീസ് ചാക്കോ എന്ന പപ്പയുടെ പേര്. പപ്പ ഇപ്പം കഴിഞ്ഞ 1 മാസമായി മരിച്ചിട്ട്. എന്റെ ഭവനത്തിന്റെ ഇത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച അദ്ദേഹം ഈ ലോകത്തോട് ഇത് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഭവനത്തിൽ ചെന്ന് കയറുമ്പം പപ്പയുണ്ട്, മമ്മിയുണ്ട്. പപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ജോയ്സിന്റെ മമ്മിയുണ്ട്, ജോയ്സ് ഉണ്ട്, ജോയ്സിന്റെ ഒരു സഹോദരൻ ബിജു എന്നാണ് പേര്, അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ് സെറ്റിലാണ്. ജോയ്സിന്റെ 2 സഹോദരങ്ങളാണ്. ഞാൻ അവിടെ ചെന്നു 3 ദിവസം. അപ്പൊ അവിടെ ചെന്ന് കയറുന്ന സമയത്ത് ഞാൻ എന്റെ വല്യച്ഛന്റെ പരിചരണത്തിലായിരുന്നു കുറെ നാൾ ഞാൻ. അപ്പൊ അന്ന് തൊട്ടേ ഉള്ള കാര്യങ്ങൾ, ഞാൻ എന്റെ സാക്ഷ്യങ്ങളൊക്കെ, എന്റെ അനുഭവങ്ങൾ ഈ മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കയറിയിട്ട് ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് ഇതുപോലെ, എനിക്ക് എവിടെയും ഒരു ജോലി മേടിച്ചു തരണമെന്ന് പറഞ്ഞു. എനിക്ക് ജീവിക്കാനെ കൊണ്ട് ഇനി എന്റെ അപ്പന്റെ അടുത്ത് ഞാൻ പോകത്തില്ല, എന്റെ വീട്ടിൽ ഞാൻ പോകത്തില്ല, എനിക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങി തരണമെന്ന് പറഞ്ഞു. അപ്പം ഈ 14 വയസ്സുള്ള, ഞാൻ 14 വയസ്സേ ഉള്ളെങ്കിലും ഞാൻ നല്ല ശരീരമോടെ നല്ലൊരാളാണ്. ഈ 14 വയസ്സുള്ള കുഞ്ഞിനെ യവനക്കാരനായ ഒരു കുഞ്ഞുണ്ട്, അത് തന്നെയല്ല, അങ്ങനെ ഒരാളും അവരുടെ വീട്ടിൽ നിർത്താൻ ഭയക്കും. എന്നിട്ട് തന്നെയും എനിക്ക് 2 ആഴ്ച അവിടെ അവര് അഭയവും തന്ന്, അവര് ഒരുമാതിരിപ്പെട്ട അവരുടെ വീടുകളിൽ, കൈപ്പട്ടൂര്, അവരുടെ ബന്ധുക്കളുടെ എല്ലാ വീടുകളിലും ഈ മമ്മിയും പപ്പയും എന്നെ കൊണ്ടുചെന്നു. അവരുടെ വീട്ടിൽ നിർത്താൻ ഒരു സാഹചര്യങ്ങൾ ആ സമയത്ത് എനിക്ക് ഇല്ലാത്തത് കൊണ്ട്, ഒന്നുകൂടെ പറയാം, അതിങ്ങൾ കത്തോലിക്ക പള്ളിയിലെ പിന്നെ മാതൃന്മാര് താമസിക്കുന്ന അവിടെ വരെ ഞാൻ ചെന്നൊരു ജോലിക്ക് വേണ്ടി കെഞ്ചി. അപ്പൊ പറഞ്ഞു, നിന്റെ വീട്ടുകാർ വന്ന് പറയുവാണെങ്കിൽ എനിക്ക് കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹവുമുണ്ട്, പിന്നെ ഇങ്ങനെ ചെയ്യുകയും ചെയ്യണം. എനിക്ക് കന്യാസ്ത്രീയായിട്ട് പോകണമെന്ന് വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം CMS പഠിക്കുന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പൊ യേശുവിനെ കുറിച്ച് സ്നേഹമുണ്ട്, യേശു ദൈവമാണെന്നറിയാം, എല്ലാ ദൈവത്തെ പോലെ ഒരു ദൈവമാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് മദർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിലെ ആദ്രിങ്കലെ പപ്പ എന്നെ ഒരാഴ്ച എങ്ങാണ്ടോ 11 ദിവസം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞു. 11ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല, ഒന്നി ഒരു ജോലി വേണം, ഇല്ലെങ്കിൽ എന്റെ ബന്ധുക്കടെ അടുത്ത് തന്നെ കൊണ്ടുവിടാമെന്ന്. കാര്യം അമ്മയുടെ ആൾക്കാരെല്ലാം നല്ല ഫാമിലിയാണ്, നല്ല ഇതായിട്ട് കഴിയുന്നവരുമാണ്. അപ്പം പപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ ഉറുകുന്നി കൊണ്ടുവിടാം, അപ്പം നിനക്കത് മതിയോ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞു. പപ്പ എന്നെ കൊണ്ടു ചെന്ന് പുല്ലൂര് വന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ്സേ കയറ്റി അവിടെ ഉറുകുന്ന് ജംഗ്ഷനിൽ ഇറക്കണമെന്നും പറഞ്ഞ് ഒരു 100 രൂപയും അന്ന് എന്റെ കയ്യിൽ തന്നേച്ച് അദ്ദേഹം തിരിച്ചു പോന്നേച്ച് ഫോൺ നമ്പർ, അന്ന് ലാൻഡ് ഫോണാണ്, ഫോൺ നമ്പർ എഴുതി തന്ന് അദ്ദേഹം തിരിച്ചു പോന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ മാമന്റെ, അദ്ദേഹത്തിന്റെ പേര് പീതാംബരൻ എന്നാണ്, എന്റെ അമ്മയുടെ ഇളയ സഹോദരൻ. അദ്ദേഹം DFO ആയിട്ടൊക്കെ റിട്ടയർഡ് ആയ ആളാണ്, അന്ന് ജോലിയിലാണ്. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ഒരു വലിയ വീടിന്റെ ഹൗസ് വാമിംഗ് സമയത്താണ്, ആ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതിന്റെ തലേന്ന് രാത്രിയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോഴും ഒറ്റ നേരത്തില് എന്റെ അപ്പന്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെയാണ് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായ കാര്യം. ഞാൻ ഈ 3 വയസ്സിലാണ് വന്നതും 14ാമത്തെ വയസ്സിലാണ് ഞാൻ പിന്നെ കുറുകുന്നാട് കാണുന്നത്. അവിടെ ചെന്നപ്പം അന്ന് ആരും ഒന്നും മിണ്ടില്ല. പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എന്റെ മാമൻ ഉൾപ്പെടെ, മാമി, എന്റെ കുഞ്ഞമ്മമാര്, എന്റെ തൊട്ടടുത്തുള്ള മാമന്മാര്, അവരുടെ മക്കള്, ഇവരെല്ലാം ചോദിച്ചു, നിന്റെ കൂടെ വന്ന ആളെന്തി? അപ്പം ഞാൻ ചോദിച്ചു, ആര്? നിന്റെ കൂടെ ആളില്ലാതെ നീ ഇവിടെ വരത്തില്ല. ഞാൻ പറഞ്ഞു, അത് ഇന്നതുപോലെ എന്റെ ഒരു പപ്പയാണ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടെ. അതേത് പപ്പ? ഞാൻ പറഞ്ഞു, അത് ഇന്ന ആളാ എന്ന് പറഞ്ഞു. അവർ സമ്മതിക്കത്തില്ല, ഞാൻ ഒരു ചെറുക്കന്റെ കൂടെ ചെന്നേ എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി. ഭയങ്കര ബഹളം. കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല ചെന്നേ, യവനക്കാരിയല്ലേ, ഞാനൊരു പുരുഷനുമായിട്ടാണ് അവിടെ ചെന്നേന്നുള്ള പറച്ചിലായി.
അപ്പം അവരെല്ലാം കൂടെ പറഞ്ഞു, നിന്നെ തിരിച്ചുകൊണ്ട് വീട്ടിൽ വിടാം, കുറച്ച് പൈസയും എന്റെ മാമൻ എന്റെ കയ്യിൽ തന്നേച്ച് പറഞ്ഞു, തിരിച്ചുകൊണ്ട് എന്റെ കുഞ്ഞമ്മയുടെ മക്കൾ കൊണ്ട് എന്നെ വിടും. ഞാൻ പറഞ്ഞു, ഞാൻ തനിയെ വന്നേ, നിങ്ങൾക്ക് എന്നെ നിർത്താൻ ഇവിടെ പറ്റത്തില്ലേ, നിങ്ങൾക്ക് ഒരു ജോലി എനിക്ക് കാര്യം. എന്റെ മാമന്റെ വീട്ടിൽ അന്ന് ജോലിക്കാർ വരെ ഉണ്ട്. എന്റെ മാമന്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ പേര് റഹ്മ എന്നാണ്. അന്ന് ആ അക്ക പറഞ്ഞു, മക്കളെ നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ആ വീട്ടിലെ ജോലിക്ക് ഇരിക്കുന്ന ചേച്ചി, ആ ചേച്ചിയുടെ പേര് റഹ്മ എന്നാ, തൊട്ടയൽവാസി ചേച്ചി തന്നെ അവിടെ ജോലിയും ചെയ്യുന്നത്. അപ്പൊ നീ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, ഇവര് ഇതേ രീതിയിൽ പറയുന്നത് വെറുതെ അല്ല, നീ ഇവിടെ നിൽക്കാതിരിക്കാനാണെന്ന് പറഞ്ഞു. നേരെ തിരിച്ച് ഞാൻ വീണ്ടും അവിടുന്ന് കയറി. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നത്, ഞാൻ അന്ന് എന്റെ കാലെ കിടന്ന കൊലുസും വിറ്റ് എന്റെ കയ്യില്, ഞാൻ അടുത്തൊക്കെയുള്ള റബ്ബറിന് കാട് പറിക്കാനും അതിനൊക്കെ പോകും. അന്ന് ശമ്പളം എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അങ്ങനെ ഒരു 160 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പപ്പ വന്ന 100 രൂപ ഞാൻ നേരെ തിരിച്ചു വന്നു. തിരിച്ച് നേരെ വന്നേച്ച് എന്റെ ചേച്ചിയെ കെട്ടിച്ചിരിക്കുന്നത് അങ്ങാടിക്കൽ. എന്റെ അപ്പൻ എന്നെ തിരക്കി പോലീസ് സ്റ്റേഷനിൽ. ഇത് അപ്പൻ അടിച്ചുപദ്രവിച്ചു കഴിഞ്ഞ് എന്നെ ഭയങ്കര സ്നേഹമാണ് അപ്പനെ. എന്റെ അപ്പൻ ആ മദ്യപാനത്തിന്റെ ഇതുകൊണ്ടാണ് എന്നെ കൂടുതലും. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൻ വരുന്ന സമയത്ത് പോലും അമ്മയോട് വണങ്ങിയിട്ടും എന്നെ എടുത്തുകൊണ്ടാണ് വന്നത്. എന്റെ അപ്പന് സ്നേഹം ഉണ്ടായിട്ടാ കാര്യം. അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ സാറുമുക്കി വന്ന് ബസ്സിനെ ഇറങ്ങുന്നു. ഇദ്ദേഹം വന്ന്, അന്ന് അവിടെ വരെ വണ്ടിയുള്ളൂ, ഇദ്ദേഹം വന്ന് എന്നെ പിടിച്ചു നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ കിട്ടിയ അടിയുടെ 4 ഇരട്ടി പിന്നെയും കിട്ടി എനിക്ക്. ഞാൻ പിന്നെ നിന്നില്ല, ഇവിടെ വന്ന് അടി മേടിച്ചേച്ച് നേരെ ചേച്ചിയുടെ. അപ്പൊ ഞാൻ പറഞ്ഞേച്ചാണ് പോയത്, എന്നെ തിരക്കി വരരുത്, ഞാൻ അങ്ങാടിക്കലോട്ടാ പോന്നെ, തിരക്കി വന്നാൽ ഇനി ഞാൻ പോയി ചാവും എന്ന് പറഞ്ഞു. നേരെ എന്റെ ചേച്ചിയുടെ അവിടെ പോയി തയ്യലൊക്കെ പഠിക്കാനെ കൊണ്ട് ചേച്ചി കൊണ്ട് ചെന്ന് നിർത്തി. അപ്പൊ തന്നെ ഭാഗവതം, എനിക്ക് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര, എന്റെ വീട്ടിലെ അമ്മയ്ക്കും അത് തന്നെ, എന്റെ വീട്ടുകാർക്കെല്ലാം അത് തന്നെ. അപ്പൊ ഭാഗവതം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ ഒരു നാണു ആശാൻ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഭാഗവതവും ഗീതങ്ങളൊക്കെ പഠിക്കാനെ കൊണ്ട് എന്റെ ചേച്ചി കൊണ്ട് തന്നെ ആക്കി. അപ്പൊ ഞാനൊരു 2-2.5 മാസം ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പഠിക്കുകയും അദ്ദേഹം വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. തയ്യല് പഠിക്കാനെ കൊണ്ട് കുറച്ച് ആയപ്പോഴത്തേന് എന്റെ അമ്മയ്ക്ക് സുഖമില്ല. അതുപോലെ തന്നെ എന്റെ മൂത്ത എന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയ ഒരാങ്ങളെ തിരക്കി അവിടെ വന്നേച്ച് പറഞ്ഞു, നിന്നെ ഗൾഫിന് കൊണ്ടുപോകാൻ ഒരാൾ വന്നിട്ടുണ്ട്, നീ തിരിച്ച് വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ, അവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നു. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി, അപ്പൊ ഇവര് ഞാൻ എങ്ങനെയും തിരിച്ച് വീട്ടിലും വരണം തന്നെയല്ല, എന്റെ ചേച്ചിക്ക് എന്നെ ഉൾക്കൊണ്ട് അന്നൊക്കെ ഉൾക്കൊണ്ട് കാര്യം, ചേച്ചിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, എന്നെയും കൂടെ കൊണ്ടുപോകാനുള്ള ഇതില്ല. അപ്പൊ എനിക്ക് മൂത്തവർ 2 പേര് നിൽക്കിയേ തന്നെ. എന്റെ ചേച്ചി എനിക്ക് വന്ന ആലോചന, ഇപ്പൊ അശോകൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം എന്റെ നേരെ മൂത്ത ചേച്ചിക്ക് വിവാഹത്തിന് വേണ്ടി പെണ്ണാലോചിച്ച് വന്ന ആളാണ്. എന്റെ ഈ ശോഭിനി ചേച്ചി എന്ന് പറയുന്ന ചേച്ചി അന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്ത ആളാണ് എന്റെ ഹസ്ബൻഡ് അശോകൻ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം വന്ന് എന്റെ നേരെ മൂത്ത ചേച്ചിയെ കണ്ടപ്പോ അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടില്ല, ഈ ചേച്ചിക്കും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് 2 പേർക്കും. അപ്പം ഇതുപോലെ എന്റെ ചേട്ടന്റെ സൂപ്രണ്ട് പറഞ്ഞു, എടാ അതിന്റെ അനിയത്തി ഒരു പെണ്ണുണ്ട്, അവർക്ക് ഇച്ചിരി നല്ലൊരു കൊച്ചാ, നീ നോക്ക്, നിനക്ക് ചേരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 15ാമത്തെ വയസ്സ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ എന്നെ വയസ്സൊന്നും അന്നത്തെ കാലത്ത് ഇതല്ല, അന്നത്തെ ഒരുപാട് കാലം ആയില്ല എങ്കിലും എന്റെ ഇതുകൊണ്ട്, എന്റെ ഭാഗ്യം എന്ന് വേണം പറയാൻ, എന്റെ ദൈവത്തിന്റെ കൃപ, എന്റെ കർത്താവായ യേശു എന്നെയും എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഇരുന്നത് കൊണ്ടാണ് അശോകൻ ചേട്ടൻ എനിക്ക് ഭർത്താവായി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇവിടെ നേരെ എന്റെ ചേച്ചി ഉൾപ്പെടെ എന്നെ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു, മക്കളെ നീ അച്ഛനോട് വഴക്കുണ്ടാക്കാൻ പോകണ്ട, ഇതുപോലൊരു കാര്യമുണ്ട്, നീ പോ എന്നും പറഞ്ഞ് എന്റെ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവിട്ടു. ഇദ്ദേഹം പെണ്ണ് കാണാൻ അവിടെ വരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള എന്റെ അയൽവാസികളായ 2 ചേട്ടന്മാരുൾപ്പെടെയാണ് എന്റെ ചേട്ടൻ വന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരുടെ വീട്ടിൽ ചെന്ന് കയറാനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അവരിച്ചിരി സാമ്പത്തികമായിട്ട് ഞങ്ങളെക്കാളും നല്ല ഒരു ഇതില്ല. അപ്പം ആ വീട്ടുകാരറിഞ്ഞ ഈ കല്യാണം നടത്തത്തില്ല എന്ന് പറഞ്ഞു. വീട്ടുകാരോട് എന്നാലും ബന്ധുക്കളോടൊക്കെ എന്റെ വീട്ടുകാരെ അറിയിച്ചേച്ച് എന്റെ അവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ചും 15 വയസ്സുള്ള എന്നെ 19 വയസ്സ് പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചും, അന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇതില്ല. എന്റെ വിവാഹം 1991 മെയ് മാസം 27-ാം തീയതി നടത്തുവാൻ തക്കവണ്ണമിടയായി. ദൈവകൃപയാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മോളുണ്ടായി. 1.5 വയസ്സ്. എന്റെ 16ാമത്തെ വയസ്സിലെ മകളാണ് എന്റെ ഭർത്താവിന്റെ വേല ചെയ്യുന്ന മോളെ പേര് ഞാൻ വിഷ്ണുപ്രിയ എന്നാന്നിട്ടെങ്കിലും അവളെ വിളിക്കുന്നത് പ്രിയ എന്നായിപ്പോ. അവള് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറയാ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എന്റെ 2ാമത്തെ മകൻ ജനിക്കുന്നത്. ഈ മോള് ജനിച്ച് 2-2.5 വർഷം കഴിഞ്ഞപ്പോ മോൻ ജനിച്ചു. മോനും ജനിച്ചു. ഇവിടെ കൊല്ലകടവുകാരുടെ പത്തനാപുരം സീമ തിയേറ്ററിന്റെ തോട്ടത്തിലാണ് എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അവിടുത്തെ ജോലിക്കാരുടെ ഇതുകൊണ്ട് ഈ എന്റെ അപ്പന്റെ കാര്യം പറഞ്ഞ പോലെ ചെറിയ ചെറിയ മദ്യപാനവും കാര്യങ്ങളും ഒരു ദിവസം 1000 ബീഡിയെങ്കിലും വലിക്കുന്ന സ്വഭാവത്തിലേക്ക് ഈ കൂട്ടുകെട്ട് നിമിത്തം എന്റെ പ്രിയപ്പെട്ടവനുമായി തീർന്നു. ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇദ്ദേഹം മാത്രം ഒരു ജോലിക്കും കാര്യത്തിനൊന്നും ഇദ്ദേഹത്തിന്റെ കൂടായിട്ട് സ്വർഗതുല്യമായ ജീവിതമാണ്. ഒത്തിരി സാമ്പത്തികവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും സ്വർഗതുല്യമായ ജീവിതം എന്നെ ഒന്നിനും ഒരു കാര്യത്തിനും വിട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് എനിക്കും എന്റെ ഈ കുഞ്ഞിന് എന്നും എന്റെ ഇളയ മകൻ എപ്പോഴും രോഗമാണ്, ആസ്മയും അതുപോലെ വല്ലാത്ത കാര്യങ്ങളും ഒക്കെ. അവനെ 1 പൈസ ഉണ്ടാക്കിയ 2 പൈസ കൊണ്ട് ചെന്ന് ഉന്നി കേട്ടത്തില്ലേ പെരിയല് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് മോക്ക് 1.5 വയസ്സുള്ളപ്പം തന്നെ ഞങ്ങൾ ഇങ്ങേക്കരയില് ഞങ്ങൾ സ്വന്തമായിട്ട് ടാപ്പിംഗ് ചെയ്തൊരു ചെറിയ 5 സെന്റ് സ്ഥലവും മേടിച്ച് അതിനകത്തൊരു ചെറിയ ഷെഡും വെച്ച് ഞങ്ങൾ ഇങ്ങേക്കരയിൽ താമസമായി. അത് എന്റെ അയൽവാസി പീലിപ്പോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഞാൻ അവിടെ താമസമാകുന്ന സമയത്ത് ഞാൻ SNDPയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാ. അതുപോലെ തന്നെ SNDPയുടെ നല്ലൊരു ഭാരവാഹക സ്ഥാനത്തേക്ക് എന്നെ ആക്കി. ഞാൻ യൂണിയന്റെ നല്ല കാര്യത്തിലൊക്കെ നടന്നു, പാർട്ടിയുടെ പിടിപാട്ടിൽ നടന്നു. അങ്ങനെ ജോലിക്കൊന്നും പോയില്ല എങ്കിലും പൊതുകാര്യങ്ങളിൽ ഞാൻ ഇറങ്ങി തിരിക്കാൻ തക്കവണ്ണം ഇടയായി. ഇരിക്കുന്ന സമയത്ത് എന്റെ മോനും ആസ്മ അതികഠിനമായി. അങ്ങനെ ആകുന്ന സമയത്ത് എന്റെ തൊട്ട അയൽവാസിയായ തങ്കമ്മ എന്ന് പറയും, തങ്കമ്മ പീലിപ്പോസ്, ഈ അമ്മച്ചി വന്നേച്ച്, അതുപോലെ അമ്മിണി, ഈ അമ്മച്ചിമാർ രണ്ടും കൂടെ വന്നേച്ച്, മോഹിനി നീ ഈ കുഞ്ഞിന് ഇതെല്ലാം മാറും, നീ ഒരു കാര്യം ചെയ്യും, നീ യേശുവിന്റെ കരത്തിൽ ഈ കുഞ്ഞിനെ കൊടുത്ത പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ ഇതിന് ഒരു വിടുതൽ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ ആകുന്ന എന്റെ ചേച്ചി ഇതുപോലെ ചേച്ചിയും കുഞ്ഞു മുഖാന്തരമാണ്, അവരുടെ മകൻ മുഖാന്തരമാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പം ചേച്ചി ഇങ്ങനെ ആയ സമയത്ത് ഞാൻ ആ വീട്ടിൽ ചെന്ന്, SNDPയുടെ ഒരു തീവ്രവാദി എന്ന് വേണം പറയാൻ, വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കിയിട്ട് എടി പെന്തക്കോസുകാരി എന്ന് വിളിച്ച് എന്റെ ചേച്ചിയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി എന്റെ ചേച്ചിയുടെ ചെവുക്കലിന് എന്റെ ഈ വലത്ത് കൈ കൊണ്ട് ഞാൻ അടിച്ചവളാണ്. കാര്യം എനിക്ക് ഭയങ്കര ഇതാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ വിശ്വാസം. പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഇഷ്ടമല്ല. പഠിക്കുന്ന സമയത്ത് പോലും പാസ്റ്റർ റബി എബ്രഹാമിന്റെ സഹോദരി സിജി എന്റെ കൂടെ പഠിച്ചതാണ്, സാറാമ്മ എന്ന പേര്. അപ്പോഴും അവളെ ഞാൻ എപ്പോഴും കളിയാക്കുക, ഹല്ലേലൂയ സ്വോത്രം പറഞ്ഞ് ചെയ്യാൻ വേറെ വല്ലതും ഒക്കെ ആയിരിക്കും. അങ്ങനെ കളിയാക്കുന്ന ദൈവമക്കളെ കളിയാക്കി ഏത് രീതിയിൽ, അതായത് എന്റെ ചേച്ചി ഈ സത്യവേദ പുസ്തകം എടുത്തപ്പം എന്റെ ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഞാൻ അടിച്ചു. പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് പറയാം, എനിക്ക് അടി കൊണ്ടേ കണക്കും കഴിയില്ല, മറ്റാരിൽ നിന്നില്ല, കർത്താവിൽ നിന്ന്. അങ്ങനെ അതിൽ നിന്നാണ് തുടക്കം. മോൻ അന്ന് തൊട്ടാണ് ആസ്മയും കാര്യങ്ങളും വന്നു. ഈ അമ്മച്ചിമാര് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മച്ചിമാര് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് ഇത്തിരി ദൂരെ വെട്ടാൻ പോയിരുന്നു. നാട്ടുകാർ മൊത്തം ഇളകി. ഈ 72 വീട്ടുകാരന്ന് SNDPയിലുണ്ട്. ഇവരെല്ലാം കൂടെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചേച്ച് പറഞ്ഞിടാ, അവിടെ വന്ന് പെന്തക്കോസുകാർ കയറി ഇതിന്റെ വീട്ടിലെ പ്രാർത്ഥനയായിരുന്നു. എന്റെ അയൽവാസിയായിരിക്കുന്നവരാണ് മെയിൻ വിളിച്ചു പറഞ്ഞത്. അവരെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു ദേശത്തുനിന്ന് ഒരു ദേശം വരെ കുടിച്ചേച്ച് വന്നേച്ച് വീട്ടിലെ സകല സാധനങ്ങളും തള്ളി പൊളിച്ച് നാശമാക്കി. അപ്പം രാത്രിയായപ്പോഴത്തേന് പറഞ്ഞു ഞാൻ പോയിട്ടിങ്ങി വരട്ടെന്ന്. ഞാൻ രാത്രിയായപ്പം ഭയന്ന് എന്റെ കുഞ്ഞുങ്ങളെ രണ്ടിനെയും കൊണ്ട്, ഞങ്ങൾക്ക് അയൽവാസിയുടെ വീട്ടിൽ അയ്യത്ത് ഞങ്ങൾക്ക് ഇത്തിരി അല്പം കൃഷിയുണ്ട്. അപ്പൊ അവിടെ പന്നി, ആനയും സകല ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വാരി അടക്കി ഒരു മെഴുകുതിരി വെട്ടം പോലും ഇല്ലാതെ ഈ കൃഷിക്കകത്ത് പോയി ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ച്. രാത്രിയായപ്പം ഭയങ്കര എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ഒരു ഇരുട്ട്. 10, 12, 1 മണിയോ 2 മണിയോ മണിയുടെ സമയമൊന്നും പറയാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവനെ ഭയന്ന് ഞാൻ ആ കൃഷിക്കകത്ത് ചെന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും 2 കുഞ്ഞുങ്ങളും, ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. പകൽക്കാലം ഒരു വകയും കൊടുക്കാൻ വെച്ച ആഹാരമൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെടുത്ത് എല്ലാം എടുത്ത് അയ്യത്ത് കളഞ്ഞു. രാത്രി ആയപ്പോഴത്തേനും ഭയം. ഈ കുഞ്ഞുങ്ങൾക്ക് 2 പേരും ഇവര് പേടിയാണ് എന്റെ കൂടെ വരാൻ. എവർക്കും പേടി ഞാൻ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ള പേടിക്ക്. അവര് കാര്യം മരിച്ചാൽ മതി എന്നുള്ള ഒരു വല്ലാത്ത ഇതിലൊക്കെ ആയി ഞാൻ. കാര്യം ഒന്ന് കുഞ്ഞിന് വയ്യ, രണ്ടാമത് കുഞ്ഞിന് വയ്യെന്ന് വെച്ചാൽ അവന്റെ വലിവ് കണ്ടാൽ ഒരു മനുഷ്യനും സഹിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, അവന് മാത്രമല്ല ഈ അസുഖം എനിക്കുമുണ്ട്. എന്റെ ചെറുപ്രായം തൊട്ടേ എനിക്ക് ഈ രോഗമുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളും അതുപോലെ റബ്ബർ പൂക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഈ രോഗം എനിക്കുമുണ്ട്. അങ്ങനെ പിറ്റേന്ന് ആയപ്പോൾ ആ ഒരു രാത്രി ആയപ്പോഴത്തേനും ഒരു ഭയങ്കര സത്വം, എന്തുവാ അതിന്റെ രൂപം എന്ന് പറയാനൊക്കത്തില്ല. ഇങ്ങനെ വിളിക്കുന്നത് യേശുവെ വിട്ടുപോകും. അതുപോലെ അതിന്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല.
അത് എന്നെയും എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോവാന്നൊക്കെ അവിടെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് കർത്താവായ യേശു ഉണ്ട്, ഇത് ഞങ്ങളെ വിട്ടും മാറി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് എന്റെ പ്രിയപ്പെട്ടവൻ പോയി എന്റെ മൂത്ത ചേച്ചിയും എന്റെ സഹോദരങ്ങളെയും എല്ലാവരെയും വിളിച്ചോണ്ട് വന്നേച്ച് പറഞ്ഞു, ഇതുപോലെ ഞാനൊരു ഇന്നാര എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സമുദായം പറഞ്ഞിട്ടാ പറഞ്ഞു, ഞാൻ ഇന്നാര, എന്റെ വീട്ടിൽ പുള്ളിയുടെ രീതിയിലുള്ള പറഞ്ഞു, ഇന്നാരുള്ള ജാതികളൊന്നും എന്റെ വീട്ടിൽ കയറി വരാൻ പറ്റത്തില്ല, ഇത് പെന്തക്കോസുകാർക്കുള്ള ഭവനമല്ല, അതുകൊണ്ട് ഈ രീതിയിൽ എന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ എനിക്ക് ആകെ ഒന്നീ എസഡിപ്പം പറ്റത്തില്ല, മറ്റുള്ള കാര്യം എല്ലാവരും പറഞ്ഞ് എന്റെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന നടത്തി, രണ്ടമ്മച്ചിമാര് വന്ന് പ്രാർത്ഥന നടത്തി. അതുപോലെ മോഹിനി ഈ വിളക്കും കാര്യങ്ങളും എന്റെ വീട്ടിൽ കിണ്ടി, മൊന്ത, ശൂലം, ഒരു റൂം തന്നെ 4 അന്നത്തെ സമയത്ത് 2 റൂമേ ഉള്ളിലും ഒരു മുറി പൂജാമുറിയും ഒരു മുറി ഞങ്ങൾ കിടക്കുന്ന മുറിയും അങ്ങനെയായിട്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം എന്റെ സഹോദരൻ, അന്ന് വിശ്വാസിയല്ല, പാസ്റ്റർ പ്രഹ്ലാദൻ, ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഞാൻ മോനെ ഈ ദൈവങ്ങളെ നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കൊടുത്തു വിടുന്നത്. ഇദ്ദേഹം കൊണ്ട് സന്തോഷത്തോടെ അവിടെ വെച്ചു. എന്റെ പ്രിയപ്പെട്ടവൻ എന്തുകൊടുത്തു, പിറ്റേന്ന് വന്ന് ചേച്ചിയും എന്റെ സഹോദരങ്ങളെ എല്ലാം വിളിച്ച് ആ സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പിന്നെ വിളക്കത്തിരും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് നാണക്കേട്, SNDP പോകാനോ വരാനോ എനിക്ക് ഭയങ്കര നാണക്കേട്. കാര്യം കാണുന്നവരൊക്കെ ഒരു വല്ലാത്ത പറ്റാൻ പറ്റും, എനിക്ക് എങ്ങനെയും നാട് വിട്ടാൽ മതി. അങ്ങനെ അച്ഛന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്റെ കൂട്ടുകാർ കണ്ടതിന്റെ മുഖാന്തരമാണ് ഞാൻ ഇറങ്ങി. അന്നത്തെ ഞാൻ എന്റെ സഹോദരനായിരിക്കുന്ന 2ാമത്തെ അണ്ണനോട് ഞാൻ ചെന്ന് പറഞ്ഞു, എന്റെ സഹോദരന്റെ ഭാര്യ ഗൾഫിലാണ്, അണ്ണാ എനിക്ക് ഗൾഫിൽ പോകണം, എന്നെ ഗൾഫിൽ എങ്ങനെയും വന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അണ്ണനെ ബഹറിലേക്ക് എന്റെ നാത്തൂനൊരു വിസ അയച്ചു തരികയും അവിടെ മുംബൈയിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ചായിരുന്നു എന്റെ ആദ്യത്തെ മെഡിക്കൽ എടുക്കാൻ ചെല്ലുമ്പോൾ അറിയുന്നു എനിക്ക് അന്ന് 21 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, 21ാമത്തെ വയസ്സാണ്. 30 വയസ്സ് വേണം ഖത്തറിൽ പോകണമെന്ന്. അപ്പൊ അവിടെ തന്നെ ഇത് പാസ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നു. 28 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത വിസ വന്നു. നേരെ ഞാൻ കുവൈറ്റിലേക്ക് കയറിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, 1997 ഈ കാര്യങ്ങൾ നടക്കുന്നത്. 1997 97 പോയ ഞാന് ഒരു 2002 വരെയും ഞാൻ കുവൈറ്റിൽ 2 വീടുകളിലായിട്ട് ഞാൻ ജോലി ചെയ്തു. വീടുകളിലല്ല, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു നഴ്സറി സ്കൂൾ പോലുള്ള അടുത്തായിരുന്നു. അവിടെ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവനെയും എന്റെ കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ചു. എന്റെ മൂത്ത ചേച്ചി എന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചേച്ച് എന്റെ പ്രിയപ്പെട്ടവൻ തന്നെ ഈ വീട്ടിൽ കഴിയുന്നു. അപ്പൊ ഞാനങ്ങ് പോയി. അവിടെ ചെന്നതിന് ശേഷം അവിടെ ചെന്ന് മാലി എന്ന് പറയുന്ന കുവൈറ്റിലെ മാലി പള്ളിയിലൊക്കെ പോവുകയും എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് പുറത്തു പോകാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂട്ടുകാരിഷ്ടം പോലെ സാമ്പത്തികമായിട്ട് ചിലവഴിക്കാനും ഒക്കെ ഉണ്ട്. മാന്യമായ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അധ്വാനിക്കുന്ന മൊത്തവും എന്റെ ചെലവിനും കാര്യങ്ങളും എടുത്തേച്ച് ഞാൻ അപ്പോഴേ പ്രിയപ്പെട്ടവന്റെ പേരിൽ അയച്ചു കൊടുക്കും. അങ്ങനെ 2001 ആയപ്പോഴത്തേന് എന്റെ കുഞ്ഞിന് എന്റെ മകൻ ആസ്മ കൂടി. ഞാൻ നേരെ എന്നോട് പറഞ്ഞു, നീ വന്നില്ലെങ്കിൽ വരണ്ട, എനിക്ക് നിന്നെയും വേണ്ട, നാട്ടിൽ വന്നില്ല വേണ്ട വരണ്ടെന്ന്. കാര്യം ഇനി നാട്ടിലോട്ടേ വരുന്നില്ല എന്ന് പറഞ്ഞു പോയ ഞാൻ ഈ കുഞ്ഞിന്റെ വിവരം കേട്ടപ്പോ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ കയറി നാട്ടിൽ വന്ന് കുറച്ച് നാള് കഴിഞ്ഞു. ഇവിടെ വന്നപ്പോ എന്റെ മോന് അസുഖം കൂടുതലാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ പഴയതൊക്കെ വിട്ടേച്ച് നേരെ ഭക്തിയുടെ കൂമ്പാരത്തിലേക്ക് പിന്നെയും കൂടി ഞാൻ പളനിക്ക് മാലയിട്ട് എന്റെ മോനെയും ഞാനും കൂടെ 500 വീട് കയറി ഭിക്ഷ എടുത്ത് പളനിയിൽ പോയി. എന്റെ മുടിയും മൊട്ടയടിച്ചു, മോന്റെ മുടിയും മൊട്ടയടിച്ചു. എന്തൊക്കെ ഞാൻ കുവൈറ്റിലുണ്ടാക്കിയ സാമ്പത്തികം മുഴുവൻ ഹസ്ബൻഡിന്റെ പേരിലുണ്ടായിരുന്നു. 15 ദിവസം 7 ദിവസം ഒരു ടൂറിസ്റ്റ് ബസ് വിളിക്കുക, നേരെ ആൾക്കാരെയും കൂട്ടുക, എന്റെ സഹോദരങ്ങളൊക്കെ അങ്ങനെ നാട്ടുകാരെങ്കിലും അങ്ങനെ എന്റെ ചെലവായിരിക്കും കാര്യങ്ങൾ കൂടുതലും. ഒരു കൊരണ്ടിപ്പലക വാങ്ങാതെ ഉണ്ടാക്കിയ സാമ്പത്തികം മൊത്തവും നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും പോയി. ഒരിടത്തും ഒരു കാര്യം ലാസ്റ്റ് എനിക്ക് സമാധാനമില്ലാതായെന്ന് പറയുന്നാൽ എനിക്ക് വന്നതിന് ശേഷം എനിക്ക് മഞ്ഞപ്പിത്തമായി. മോന് മഞ്ഞപ്പിത്തം, മോന് ആസ്മ. ഇത് രണ്ടും, എനിക്കും മഞ്ഞപ്പിത്തം അവനും മഞ്ഞപ്പിത്തം, എനിക്കും ആസ്മ അവനും ആസ്മ. ഉണ്ടാക്കിയ പൈസ സമ്പാദ്യം മൊത്തം ചേട്ടനുണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും തെക്കേടത്തും പെനിയലിലും അതുപോലെ ഏതൊക്കെ ഹോസ്പിറ്റലുണ്ടോ എന്റെ മോനെ കൊണ്ട് കയറാത്ത, എനിക്ക് ഈ ഏരിയയിൽ എനിക്കറിയാത്ത ഹോസ്പിറ്റലുകളില്ല. അതുപോലെ ചെയ്യാത്ത, ഇവനെ കൊണ്ട് പോകാത്ത പള്ളികളില്ല. ഭീമാ പള്ളി, പിന്നെ കോട്ടയത്തൊരു പള്ളിയുണ്ട്, അവിടെ മരുതിമൂണ്ട് പള്ളിയിലെ സ്ഥിരവാസിയായിരുന്നു ഞാൻ. അങ്ങനെ കുവൈറ്റിലുണ്ടാക്കിയ ആദ്യ നന്മ ഞാൻ അയച്ചു കൊടുക്കുന്നത് പോലും മരുതിമൂട് പള്ളിയിലാണ്. 9 ആഴ്ച പോയിട്ട് അങ്ങനെ അവിടെ കൊണ്ട് അവര് വിട്ടാന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ കൊണ്ടുചെന്ന് ആ നേർച്ചയും കാഴ്ചയൊക്കെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഞാൻ പറയാം, ഞാൻ പോകാത്ത ഒരിടത്തുമില്ല, എനിക്ക് സമാധാനമില്ല, മരിച്ചാൽ മതി എന്നായി. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തെടുത്തു, എന്റെ മോനെ കൊണ്ട് പോയി തെക്കേടത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന്
വന്നപ്പോ അവർ പറഞ്ഞ് പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു പച്ചമരുന്ന് ഒരു വൈദ്യനെ കൊണ്ട് കൊടുപ്പിച്ചു. ആ വൈദ്യം പറഞ്ഞ് രക്ഷയിൽ ഒന്നുകൂടെ കൊടുത്തേ പറ്റത്തുള്ളൂ, ഈ ചെറുക്കന് ഒരു ദിവസം പറ്റി നോക്കിയിട്ട് എന്റെ മോന് പറ്റാത്തവരാ. അപ്പോൾ തന്നെ ഞാനും മരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഇത് എന്തെടുത്തു, എന്റെ ഈ കുഞ്ഞിന്റെ ഈ വെപ്രാളവും കാര്യങ്ങളും, ഈ ആസ്മ, ഈ മഞ്ഞപ്പിത്തം, ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഇവന്റെ വെപ്രാളം കാണാൻ പറ്റാതെ എനിക്ക് ഈ കാര്യം എന്റെ ഞാൻ അധ്വാനിച്ചത് മൊത്തം പോയി. ഞാൻ 5 ലിറ്റർ മണ്ണെണ്ണ ഇവിടെ മേടിച്ചു വെച്ചിരുന്നു. ഞാനെടുത്ത് എന്റെ തലവഴിയെ കുഴിച്ചു, മരിച്ചാൽ മതി എന്നുള്ള കാര്യം. ഇദ്ദേഹം പോയി ഇതെല്ലാം കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവൻ എന്ത് കൊടുക്കും, ഈ സാമ്പത്തികവും പോയി, പുള്ളിക്കാരന്റെ നന്മയും പോയി, ഈ സമാധാനവും ഇല്ല വീട്ടിൽ. പുള്ളിക്കാരൻ ആര് കൊടുക്കുന്നേ പോയി, മദ്യപാനം അദ്ദേഹത്തിന് ഓവറായി. ഒരു കുടിച്ചേച്ചി വന്നു. ഒരു ഓണ സമയത്താണ് എന്റെ കുഞ്ഞ് നാഴി അരിയിട്ട് ഞാൻ ഈ വയ്യാഴികയിലും കഞ്ഞിയും വെച്ച് പത്യം പിടിച്ചോണ്ടിരിക്കുകയാണ്. കഞ്ഞി വെച്ച് എന്റെ മൂത്ത കുഞ്ഞിന് വല്ലതും കൊടുക്കണമല്ലോ. അപ്പൊ ആൾക്ക് കഞ്ഞിയും വെച്ച് കൊണ്ടിരുന്നു, ഇദ്ദേഹത്തെ കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഈ അദ്ദേഹമെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്നും പറഞ്ഞൊരു മണ്ണെണ്ണ ഇരുന്നെടുത്ത് എന്റെ തലവഴിയെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ മോൾ ഈ മണ്ണെണ്ണയുടെ മണം കേട്ട് ഞാൻ തീപ്പെട്ടി എടുക്കുന്നതിന് മുന്നേ അതിന്റെ മണ്ടയിലോട്ട് എന്റെ കുഞ്ഞങ്ങ് മറിഞ്ഞു. ഈ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ എന്ന് പറയുന്ന വിഷ്ണുപ്രിയ എന്ന് പറയുന്ന എന്റെ മോനുഷമോള്, അവള് വീണു. അവിടെ ദേഹം ശകലം പൊട്ടി. അങ്ങനെ എന്റെ കുഞ്ഞാദ്യം എന്നെ രക്ഷിച്ചു. അവിടെയും സമാധാനമില്ല. അന്നും മരിക്കാൻ പറ്റിയില്ല. രണ്ടാമത് അടുത്ത വീട്ടിൽ ജോലിക്ക് പോയി നിൽക്കും എന്റെ പ്രിയപ്പെട്ടവൻ മദ്യവെച്ച് വരുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര വേദനയാണ്. കാര്യം ഞങ്ങൾക്ക് രണ്ടിനും, എനിക്കും എന്റെ കുഞ്ഞിനും വയ്യ. ഇദ്ദേഹം മദ്യവെച്ചും കൂടെ വരുമ്പോ ഇല്ല സാമ്പത്തികം പോയി, ഇട്ടിരിക്കാൻ ഒരു കുരണ്ടിപ്പലകില്ല, ടാർ ഷീറ്റ് ഇട്ട വീടാ. നല്ല അന്നത്തെ സമയത്തിന് ഈ വീടൊക്കെ എന്നേ വെക്കേണ്ട സമയം കഴിഞ്ഞു. കാര്യം ഞങ്ങൾ രണ്ടുപേരും അതുപോലെ അധ്വാനിക്കുന്ന മനുഷ്യരായിരുന്നു. ഒന്നുമില്ല എന്ന ഇതായപ്പോ 2 ട്രിപ്പ് ഞാൻ 5 ലിറ്റർ മണ്ണെണ്ണ വീതം, കന്നാസിലിരിക്കുന്ന മണ്ണെണ്ണ എത്രയോ അതെടുത്ത് എന്റെ തലവഴിയെ കുടിച്ചു. ഒരു വട്ടം എന്റെ അയൽവാസിയായ ഹുസൈൻ എന്ന് പറയും, ചേട്ടനെ ജോലിക്ക് വിളിക്കാൻ വന്ന് അദ്ദേഹം വന്ന് പിടിച്ചു മാറ്റി. അങ്ങനെ എന്റെ വീട്ടിൽ സമാധാനമില്ല, മരിച്ചാൽ മതി എന്നുള്ള രീതി ആയപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ 2-3 വട്ടം കാണിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവനെ എന്നെ ഇട്ടേച്ച് ദൂര സ്ഥലത്തോട്ട്, നീ ചാവുകയോ കേടുവോ എന്തോലും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ആലുമൂട്ട് പത്രാവർത്തി അടുത്ത് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എന്റെ മനസ്സ്, ഞാൻ ഇങ്ങനെ ഇറങ്ങി മരുതുമൂട്ടിലെ നിത്യ സന്ദർശിക്കുക, SNDP-യിലെ എക്സിക്യൂട്ടീവ് മെമ്പറാ, ഭാഗവതം പാടാൻ പോകുന്നുണ്ട് ഞാൻ. ആശാൻ വായനയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് അമ്പലങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകും. ഒരു മരണ വീട്ടിൽ വന്ന ഒരു ഹിന്ദുക്കളെ ഒരു വീട്ടിൽ മരണം നടന്ന അവിടെ പോയിരുന്ന് വായിക്കുക. അപ്പൊ അതിനുള്ള നന്മയൊക്കെ കിട്ടുവന്നും ആ ഒരു രീതിയിലങ്ങ് ഭക്തിയിലങ്ങ് പോകാനെ കൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്ന സമയത്താണ് ഈ മഞ്ഞപ്പിത്തം കൂടുന്നതും ഈ കട്ടതയും അനുഭവമൊക്കെ ഉണ്ടായത്. നേരെ മരുതുമൂടി പോകാനെ കൊണ്ടിറങ്ങി വരിക. അപ്പൊ എന്റെ മോനെ കൊണ്ടുപോയി ഞാൻ തലയാഴ്ച മണർകാട് പള്ളി കൊണ്ടുപോയി പിടിപ്പണം മാറി. ഈ കുഞ്ഞിന് ഒരു രീതിയിൽ ഇവന് ഒരു വിടുതൽ കാണുന്നില്ല. ഞാൻ നേരെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ജംഗ്ഷന് വന്നപ്പോൾ ഉണ്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നു. ഇവിടെ ജംഗ്ഷൻ ഒരു ചർച്ചുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ചർച്ചാണ്. ആ ചർച്ചിലേക്ക് അപ്പം എന്റെ മോളെ ഞാൻ ഈ മരുതുമൂട് മണർകാട് പോകുമ്പോൾ എന്റെ മോളെ മാത്യുച്ചായൻ എന്ന് പറയും, മിഷ്യമുദ്ദൻ മാത്യു എന്ന് പറയുന്ന അമ്മണിമാമയുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് ഇവളെ ആക്കിയിട്ടാണ് ഞാൻ ഇവനെയും കൊണ്ട് മരുതുമൂട്ടി പോന്നെ. അപ്പൊ ആ അമ്മച്ചി ആ ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം ഇവളെയും കൊണ്ട് ഈ ചർച്ചയിൽ വന്നായിരുന്നു. അപ്പൊ എന്നോട് ഇവള് സന്ധ്യക്ക് പറഞ്ഞു, അമ്മേ എന്തിനാ നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്, നമുക്ക് ഇന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ഈ അമ്മണിയമ്മച്ചിയുടെ കൂടെ പോയി അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. അന്ന് നമ്മളങ്ങനെ പോയതിന്റെ അച്ഛൻ വഴക്കുണ്ടാക്കിയിട്ടില്ലയോ. ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, നമുക്ക് പെന്തക്കോസുകാരുടെ കൂട്ടത്തിൽ പോയി നമുക്ക് കത്തോലിക്കയിൽ പോയി ആഭരണം വിടാം. അങ്ങനെ ഞാൻ എന്തായാലും മരുതുമൂട്ടി പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇറങ്ങി വന്ന് ജംഗ്ഷൻ വന്നപ്പം എന്റെ കാലറിയാതെ, ഞാനല്ല നിയന്ത്രിക്കുന്നത്, പാട്ടും പ്രാർത്ഥനയും അവിടെ നടക്കുന്നു. ഈ ജംഗ്ഷൻ വന്നപ്പോ എന്റെ കാലറിയാതെ നേരെ പള്ളിയിലോട്ടാ പോകുന്നത്. ഒരു പാസ്റ്റേഴ്സ് എന്റെ നിന്ന് സുവിശേഷം പറയത്തില്ല, ഒരു വിശ്വാസികൾ. കാര്യം പൂമർത്തിക്കുഴി അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു മനുഷ്യൻ, ഒരു പാസ്റ്റർമാർ, ഇവിടെ എത്രയോ ദേവദാസന്മാരെന്ന് ശുശ്രൂഷിച്ചു. ഞാൻ അവർക്കും ദോഷിയല്ല, ഞാൻ അവരോടും ഒന്നും പറയാൻ പോയിട്ടില്ല, അവരെന്നോടും പറഞ്ഞിട്ടില്ല, സുവിശേഷം പറയത്തില്ല. കാര്യം പറഞ്ഞാൽ എന്റെ ചേച്ചി അവിടെ നിൽക്കുന്ന സമയത്താണ്, നിൽക്കുന്ന സമയത്താണ് ഞാൻ ചേച്ചി ഉപദ്രവിക്കുന്നത്. കാര്യം ഞാൻ അത്ര തന്റെ ആര് വഴക്കിന് വന്നാലും അത് വിലയ്ക്ക് മേടിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് നാട്ടുകാരോടാന്നേലും അയൽവാസികളോടാന്നേലും എന്റെ സഹോദരങ്ങളോടാന്നേലും ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല എന്നുള്ള ഒരു രീതിയിൽ നടന്നവളാ. ഞാൻ നേരെ ചെന്ന് അവിടെ കയറി ഇരുന്നപ്പോ ഞാൻ പുറകിലായിരിക്കുന്നത്. ഇവരെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു, ഒരു വല്ലാത്ത രീതിയിൽ നോക്കി. അപ്പം ഞാൻ അവിടെ വെച്ച് വന്നിരുന്ന പാർശ്വോട് ഞാൻ പറഞ്ഞു, സജി ജോൺ എന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര്, സജി ജോൺ. ആനിയുടെ പേര് മീനി. ഇന്നവര് ഒരു മോളും ഉണ്ട് 6 വയസ്സ്. അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ, ഇതുപോലെ എനിക്ക് എന്റെ മോനും മഞ്ഞപ്പിത്തമാന്ന് പറഞ്ഞു.
സഭക്കാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. അപ്പം ഈ ഉപവാസം തീരുന്നിടം വരെ വരാൻ പറഞ്ഞു. ഈ 3 ദിവസവും ഞാൻ ചെന്നു. അന്ന് ആ ഞായറാഴ്ച കൊണ്ടാണ് തീരുന്നത്. ഞാൻ അവിടെ ചെന്നു. ഞായറാഴ്ച സമയത്ത് ഇരുന്നപ്പോഴത്തേന് ഇവിടെ പിന്നെയും ഭയങ്കര ബഹളമായി. നാട്ടുകാർ മൊത്തവും എന്റെ ചേട്ടനെ വിളിച്ച് ഭയങ്കര ബഹളമായി. അദ്ദേഹം അവിടെ തൊട്ടേ കുടിച്ചേച്ച് വന്ന് വീട്ടിൽ പണ്ടത്തെ പിന്നത്തെ പുല്ലാപ്പായി. അപ്പൊ ഞാൻ ഒന്നുറച്ചു, ഇനി എന്തായാലും ഞാൻ ഇനി പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ലെന്ന്. അപ്പോ ഇദ്ദേഹം ബഹളമായി. പഴയതുപോലെ എന്റെ ചേട്ടിയെ സഹോദരങ്ങളെയൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞ ആര് വന്നാലും ഇനി ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ മാറത്തില്ല. കാര്യം ഇത്ര വർഷത്തിന് മുന്നേ ഞാൻ ഈ ബൈബിൾ എടുത്തായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ നിന്നായിരുന്നെങ്കിൽ എനിക്കിന്ന് എന്റെ എല്ലാം കിട്ടിയേനെ. ഒന്നീ ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇത് പോകും. അദ്ദേഹം നേരെ പോയി. അപ്പൊ എന്നാ നീ അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇറങ്ങി. അങ്ങനെ ഇദ്ദേഹം പോയി. മഞ്ഞപ്പിത്തം വന്ന് പത്യം പിടിച്ചോണ്ടിരിക്കുക. 21 ദിവസമായി. എന്നോട് പറഞ്ഞു, പത്തനാപുരം ചാച്ചിപ്പുന്നയിലെ ഒരു മാസയോഗം നടക്കുന്നു. അപ്പൊ എന്നോട് ഈ ദേവദാസൻ പറഞ്ഞു, ഈ പിന്നെ മോഹിനി സിസ്റ്ററെ ഇങ്ങനെ വിളിച്ചത്, മോഹിനി സഹോദരി ചാച്ചിപ്പുന്നയിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുന്നു. ഒരു മാസയോഗത്തിന് 300 സംതിങ് പേര്, അതിൽ കൂടുതൽ ആൾക്കാർ കാണും. അവരെല്ലാം കൂടെ എനിക്കും എന്റെ മോനും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ മരുന്ന് എന്ന വൈദ്യം പറഞ്ഞു, 6 മാസത്തേക്ക് കോഴിയിറച്ചിയോ കോഴിമുട്ടയോ അങ്ങനൊന്നും കഴിക്കരുത്, അതുപോലെ തന്നെ മോന് കൊടുക്കരുത്, കുടുംബപഥ്യം നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് കാര്യം ഒത്തിരി കൂടിപ്പോയായിരുന്നു. നോക്കണം എന്ന് പറഞ്ഞാണ് പച്ചമരുന്ന് അന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞു, മരിച്ചാ മരിക്കട്ടെ. അന്നത്തെ ഉച്ചക്കത്തെ ആഹാരം ആ മാസയോഗത്തിന് ശേഷം ആ ചാച്ചിപ്പിന് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ AGയിൽ നിന്ന് എന്റെ മോനും വാങ്ങിക്കൊടുത്ത് ഞാനും കഴിച്ചു, എന്റെ കുഞ്ഞുങ്ങളും കഴിച്ചു. അന്ന് തൊട്ട് വിശ്വാസത്തിൽ ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മഞ്ഞപ്പിത്തത്തിന് പിന്നെ എനിക്കോ എന്റെ മോനോ, അതുപോലെ ആസ്മയ്ക്ക് ഇന്നേ നാഴിക വരെ എനിക്കോ എന്റെ മോനോ ആ മഞ്ഞപ്പിത്തമോ ആസ്മയോ അങ്ങനെ ഒരു രോഗം ഞങ്ങൾക്ക് വന്നിട്ടില്ല. എന്നാൽ രോഗം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുന്നില്ല. പല രോഗവും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം എന്റെ കർത്താവ് എനിക്ക് വിടുതൽ തരുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഇല്ലാത്ത കാര്യം ഇരിക്കുന്നത് തിരുവചനം എടുത്തോണ്ട് ഞാൻ പറയാ. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്നു. എന്റെ പ്രിയപ്പെട്ടവൻ എന്നെ കളഞ്ഞേച്ചു പോയി. ഞാൻ ഓരോ ദിവസവും പത്യം പിടിച്ചോണ്ടിരിക്കുക. ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പം ഈ മരുന്നെന്ന വൈദ്യം പറഞ്ഞ് നന്നായിട്ട് നോക്കണം, ചൂട് കൊള്ളരുത്, വെയിൽ കൊള്ളരുത്, അതുപോലെ പച്ചവെള്ളം വാരി പോയി കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇദ്ദേഹം അങ്ങ് പോയി. ഞാൻ തിരക്കി പോയെന്ന് ഇദ്ദേഹം എന്നെ കാണാതെ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഇറങ്ങി അവിടെ ഒരു ബുക്ക് എഴുതുന്നു. ഇദ്ദേഹത്തിന്റെ ടാപ്പിംഗ് കണക്കെഴുതുന്ന ബുക്കിനകത്ത് ഇത് വെച്ച്, ചേട്ടാ ഞാൻ യേശുവിനെ അറിഞ്ഞതിന്റെ പേരിലാണ് പോയതെങ്കിൽ നിങ്ങൾ പൊക്കൂ, ഞാൻ ഇനി തിരക്കി വരുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്റെ മോള് ചേട്ടനെ കാണാതിരിക്കത്തില്ല. അവര് അപ്പനും മോളും അതുപോലെ സ്നേഹവും കാര്യവും. എന്റെ കുഞ്ഞിന് ഭയങ്കര വിഷമം. പിന്നെ ഞാൻ തിരക്കി പോകും. ഞാൻ ചെല്ലുമ്പോ എന്റെ ഹസ്ബൻഡ് മാറി നിൽക്കും. മാറി നിന്ന് ഞാൻ ഈ എഴുതി വെച്ചത് ഇദ്ദേഹം കണ്ടോന്നറിയാനെ കൊണ്ട് ഞാൻ നോക്കിയപ്പം തൊട്ട് താഴെ ലോകത്ത് നിഘണ്ടുവിലില്ലാത്ത കാര്യങ്ങളൊക്കെ, കാര്യം വേണ്ടാത്ത വാക്കുകൾ, ചീത്ത എന്നെ എഴുതി വെച്ചേക്കും എന്റെ പ്രിയപ്പെട്ടവൻ. അദ്ദേഹം എന്നിട്ട് എനിക്ക് മോഹം തരത്തില്ല. അദ്ദേഹം മാറി അങ്ങ് പോകും. അങ്ങനെ ഇദ്ദേഹം അവിടെ നിൽക്കുക. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നിങ്ങള് മോഹിനി ഇതുവരെ എവിടാ പോയി? അപ്പൊ ഞാൻ ആഭരണവും ധരിച്ചു, പൊട്ടുവിട്ട് കുറിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇവിടെ 10-12 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ചുരുക്കി പറയട്ടെ, ഇതിനിടയ്ക്ക് ഒരു 3 ഏക്കർ സ്ഥലം എനിക്ക് എന്റെ അപ്പനുള്ളതൊക്കെ ഞങ്ങൾക്ക് കോടിക്കണക്കിന് സാമ്പത്തികം കിട്ടേണ്ട വസ്തുക്കളൊക്കെ ഈ ഒരു ബന്ധം നിമിത്തം, എന്റെ അപ്പന്റെ മദ്യപാന നിമിത്തം ഈ ഒരു വീട്ടുകാര് ചെറിയ 8.5 ലക്ഷം രൂപയ്ക്ക്, എന്റെ സഹോദരങ്ങൾക്ക് ലക്ഷപ്രഭുക്കളായി, ഞങ്ങൾ കോടീശ്വരായിട്ട് വേണ്ടേ, ഇവിടെ അടുത്ത് ദർശനം എന്ന് പറയുന്ന ഒരു ഇതിന് വിറ്റു വെറും 8.5 ലക്ഷം രൂപയ്ക്ക്. അതേസമയം ഇന്ന് എന്റെ സഹോദരിയുടെ സ്ഥലം വെറും 22 സ്ഥലം പാറക്കെട്ട് മാത്രം കൊടുത്ത് 1 കോടി രൂപയ്ക്ക്. അങ്ങനെ സാമ്പത്തികവും കാര്യങ്ങളും എല്ലാം വിറ്റു. ഇതിനിടയിൽ ഞാൻ പറയാം, എന്റെ അമ്മ, ഞാൻ ആദ്യത്തെ പ്രസവത്തിൽ എന്റെ അമ്മയ്ക്ക് അസുഖം കൂടി, ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. എന്റെ ഡെലിവറി സമയത്താണ് അമ്മയ്ക്ക് അസുഖമാകുന്നത്. അമ്മ മരിച്ചു. എന്റെ 16 വയസ്സിലാണ് എന്റെ അമ്മ മരിക്കുന്നത്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഇളയത്തുങ്ങളെയൊക്കെ പോറ്റാൻ എന്റെ അപ്പൻ ഒത്തിരി ബുദ്ധിമുട്ടി. അതിനിടയിൽ എന്റെ അപ്പന് ഫാമിംഗ് കോർപ്പറേഷനിൽ പാത്രമായിട്ട് ജോലി കിട്ടി. ഈ ഇളയ സഹോദരങ്ങളെ ഒന്നും ഞാൻ ഉള്ളത് കാര്യം പറയാം, എനിക്ക് കുടുംബസ്ഥയായതിനു ശേഷം എനിക്ക് നോക്കാനോ അവരെ വേണ്ടും വണ്ണം കാണാനോ, ഞാനൊരു സഹോദരി എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാനോ എനിക്ക് അതിനുള്ള പ്രായപൂർത്തിയും പക്വതയും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയിട്ടുമില്ല. എന്റെ അപ്പൻ നന്നായിട്ട് കഷ്ടപ്പെട്ട്, എന്റെ ഇളയ സഹോദരങ്ങള് 3 പേരും കഷ്ടത അനുഭവിച്ച് അവർ ജീവിച്ചത്. എന്റെ അമ്മയില്ലാത്ത ദുഃഖം എന്റെ ഇളയ സഹോദരി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനും ദുഃഖത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടാണ് ഞാൻ ഗൾഫിൽ പോയതും തിരിച്ചു വന്നതും ഒക്കെ. അങ്ങനെ ആ രീതിയിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ ഇന്ന് ഈ പെട്ടകം എന്നെടുത്തോ അതിനുശേഷം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയാം. അങ്ങനെ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ തിരിച്ചു വന്നു.
ചേട്ടന്റെ അടുത്തൊന്ന് തിരിച്ചു രാത്രി 1 മണിയായപ്പോ എന്റെ തമ്പുരാൻ എന്റെ ഞാൻ നടന്നു വരുന്ന സമയത്ത് ഒരു ഓട്ടോ വന്ന് എന്റെ അടുത്ത് നിൽക്കുന്നു. എന്റെ അയൽവാസി 2 സഹോദരങ്ങൾ വന്ന് എന്നെയും കൂടെ കയറ്റി. അന്നൊക്കെ എന്തൊക്കെ സംഭവിക്കുക ഇന്നത്തെ കാലത്താണ്. ആ 1 മണി സമയം എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ തനിയെ വരുമ്പോ അപ്പൊ അവിടെ എല്ലാം എന്റെ ദൈവം എന്നെ സൂക്ഷിച്ചെന്നേ പറയാനുള്ളൂ. 2 വർഷം ഞാൻ ഞാൻ പറയാം, ഞാൻ ഈ പെട്ടകം എടുത്ത നാൾ തൊട്ട് വിശ്വാസത്തോടെ ഞാൻ ദൈവത്തോടെ യേശു എന്നൊരു സത്യം മഹാദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ അങ്ങ് പിടിച്ചു, ദൈവത്തെ പൂർണ്ണമായിട്ട് പിടിച്ചു. ഞാൻ എന്ന് രക്ഷയിലേക്ക് വന്നു 8/10/2004 ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഉച്ചവരെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് ഈ ഓരോരുത്തർ കാര്യം ഉപവാസത്തിൽ ചെന്നാണ് ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചത്. 8/10/2004 ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ അന്ന് തൊട്ട് എല്ലാ ദിവസവും ഓരോ നേരത്തെ രാവിലെ തൊട്ട് ഉച്ച വരെയും ചിലപ്പോൾ 2, 2:30, 3 മണി വരെയും ഞാൻ ആഹാരം കഴിക്കാതിരുന്ന് ഈ അടുത്തുള്ള പരിസരത്തുള്ള ജോലിക്കെല്ലാം പോയി. ജോലിക്ക് പോകുന്ന സമയത്തും എന്റെ കൂട്ടുകാരനോട് പറയും, എന്റെ പ്രിയപ്പെട്ടവനെ അതിനിടയിൽ ഞാൻ പറയാം 2-3 മാസം കഴിയും ഞാനിപ്പം വന്ന് എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ കൊടുത്താലായി കൊടുത്തില്ലേലായി ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 2 വർഷം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 8/10/2004 ഞാൻ തുടങ്ങിയത് 8/10/2006 വരെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഉപവസിച്ച് എല്ലാ ദിവസവും. എന്റെ പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് ദൈവം തമ്പുരാനാ. ബൈബിൾ നന്നായി വായിക്കാൻ തുടങ്ങി. വായിച്ചതിനകത്തെ എന്റെ മുൻകോപം ഞാൻ കളഞ്ഞു. ആദ്യം എന്റെ മുൻകോപം കളഞ്ഞു. ഇതെല്ലാം കളഞ്ഞേച്ച് അതിനകത്തൊരു 1 പത്രോസിൽ 3-ലാണെന്ന് തോന്നുന്നു, ഭാര്യമാരെ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് ചേർന്ന് വരുവാനിടയാകുന്ന ഈ വചനം കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരാൻ മുഖാന്തരം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ എന്നെ അവമാനിച്ച ആ ഭവനത്തിലെ വലിയ കട്ടറയുണ്ടായി. ആ പത്തനാവർ തന്നെ അവമാനിച്ച എന്റെ അദ്ദേഹം നിന്ന കുടുംബത്തിൽ വലിയ അവമാനമുണ്ടായി. അവരുടെ ബാങ്ക്, ഓഡിറ്റോറിയം കാര്യങ്ങളെല്ലാം പൊട്ടി. ലാസ്റ്റ് ആഭരണാദികളൊക്കെ ഇട്ട് സിറ്റൗട്ടിൽ നിന്ന് ചോദിച്ച ടീച്ചറിന്റെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ തിരക്കി അവിടെ ചെല്ലുമ്പം അവരുടെ കാതിലുമില്ല, കഴുത്തിലുമില്ല, ഒന്നുമില്ല. ആൾക്കാർ രണ്ടടിച്ച് കിടക്കുന്ന 2 മാസം കഴിഞ്ഞപ്പം. ഹല്ലേലൂയ, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ടോ? അവരെ ആദ്യം രക്ഷിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവനെക്കാളും മുന്നേ അവർ രക്ഷിക്കപ്പെട്ടു. ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. ആ ടീച്ചർ രക്ഷിക്കപ്പെട്ട് എന്റെ പ്രിയപ്പെട്ടവനോട് അവർ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ തിരിച്ച് ഇവിടെ വന്നു. അപ്പൊ എനിക്ക് ഈ 2006 ഏപ്രിൽ മാസം 2006 ഏപ്രിൽ മാസം എനിക്ക് എന്റെ ഉള്ളത്തിൽ തോന്നി. എന്റെ സഭയിലെ അന്നിരുന്ന മത്തായിക്കുട്ടി പാഷ പിടവൂര്, അദ്ദേഹമാണ് അന്ന് പാഷായിട്ടിരിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, സഭയെ മൊത്തത്തിൽ ചോദിച്ചു, ഈ 2006 എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇവിടെ ചില മുഖങ്ങളൊക്കെ പുതുമുഖങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് ആർക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കണം, അവർക്ക് വേണ്ടി ഉപസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാനും മിച്ചകുന്ദൻ മാത്തിച്ചാനും പറഞ്ഞു, അച്ഛാനിരിക്കുന്ന അച്ഛാന്റെ മകൾക്ക് വേണ്ടിയിട്ടും ബീനയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി 2006 ഞാൻ 21 ദിവസം ഫുൾ ഫാസ്റ്റിംഗ്, ഈ ഉച്ചവരെയുള്ള ഉപവാസമല്ല, 21 ദിവസം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 21 ദിവസം എഴുന്നേൽക്കുന്നതെന്ന് വെച്ചാല് എഴുന്നേറ്റ് ഹല്ലേലൂയ 8-ന്റെ അന്ന് എനിക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഞാൻ മരിക്കും. രാത്രി ആയപ്പം എനിക്ക് ക്ഷീണം, ഭാരം, വല്ലാത്ത തൊണ്ട വല്ലാത്ത വറ്റി എന്നെ കിടുകിടുകിടാന്ന് പറയ്ക്കും. എന്റെ മോള് എന്റെ കയത്തിൽ എന്റെ 11 വയസ്സുള്ള എന്റെ മോൾ എന്റെ കയ്യെ പിടിച്ചു പറഞ്ഞ, അമ്മ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, അമ്മ ഉപവാസം നിർത്തല്ലേ, അച്ഛൻ രക്ഷിക്കപ്പെടും അമ്മേ, ഇതൊരു വിടുതലായി തീരുമെന്ന്. എന്റെ കുഞ്ഞിന്റെ വാക്ക് കേട്ട് 21 ദിവസം പുള്ളേ ഞാൻ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഇരുന്നു എന്നല്ല, ഇവിടുന്ന് പൂമരുതിക്കുഴി അസംബ്ലീസും കൂടിന്ന് ഒരു ഏകദേശം 2.5-3 കിലോമീറ്റർ കൂടുതലുണ്ട്. കുന്നിന്റെ മണ്ടേ നടക്കാൻ പറ്റത്തില്ല, കല്ലും കുഴിയും, വല്ലാത്ത ഭയങ്കര ഒരു കുന്ന് കയറി വേണം എന്റെ വീട്ടിൽ ചെല്ലാനെ കൊണ്ട്. ആ വീട്ടിൽ രാവിലെയും വൈകിട്ടും ഞാൻ ഇറങ്ങി ഈ ഉപവാസത്തോടു കൂടി രാവിലത്തെ മീറ്റിങ്ങിനും വൈകിട്ടത്തെ മീറ്റിങ്ങിനും മുടങ്ങാതെ 21 ദിവസം ദിവസത്തിലിരുന്നു. ഞാൻ പറയാം, പ്രാർത്ഥിച്ച പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉപവാസിച്ച കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറികടക്കാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവായ യേശുവ. എന്റെ തമ്പുരാൻ 8/10/2004 ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ 8/10/2006 എന്റെ കൂട്ടുതുണയെ രക്ഷയുടെ പുസ്തകം കയ്യിലെടുക്കാൻ തമ്പുരാൻ ഇടയാക്കി. അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നെ നിന്ദിച്ചു. എന്റെ പ്രിയപ്പെട്ടവനെ ഒരിക്കൽ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായെന്ന് ഞാനൊന്ന് പറയാം. എന്റെ ചേച്ചിയുടെ മകൾ പിന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു. അപ്പൊ ഞങ്ങൾ സ്വർണ്ണം ഇടത്തില്ല എങ്കിലും അവർ സ്വർണ്ണം ഇടുന്നവരാണല്ലോ. ഞാനൊരു കൈച്ചെയിനും ഒക്കെ വാങ്ങി എന്റെ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോ എന്റെ ചേച്ചി, അന്ന് എന്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്റെ ചേട്ടനോട് പറഞ്ഞു, അനിയന് വേറെ ജോലി ഇല്ല ഇവിടെ ചുമന്നുകൊണ്ട് കിടക്കാൻ, വേറെ അനിയന്റെ ജോലി നോക്കുന്നത്. എന്നിട്ട് എന്റെ ചേട്ടൻ ഈ കൈച്ചെയിൻ കുഞ്ഞിന് കെട്ടിയൊക്കെ കൊടുത്തു. അപ്പൊ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സിറ്റൗട്ടിന്റെ പകുതി അരഭിത്തിയിലിരുന്ന എന്റെ ചേച്ചി ഇങ്ങനെ എന്റെ ചേട്ടനോട് പറയുന്നത്, ഈ എന്നെ കുറിച്ച് ദുഷിച്ച് പറയുന്ന സമയത്ത് ചേച്ചി
നേരെ മറിഞ്ഞങ്ങ് വീണു, പുറമോട്ടങ്ങ് വീണു, ചടപടാന്നങ്ങ് വീണു. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് ചെന്നു പറഞ്ഞു, വേണ്ട വേണ്ട, നീ എന്നെ തുറണ്ട. അത്രയ്ക്ക് എന്നെ ജീവനുമായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്ന് എന്നെ ദുഷിക്കുകയും ചെയ്തു. അപ്പൊ ചേച്ചി അവിടെ വീണു. ഞാൻ ചാടി ചെന്നെടുത്ത് പറഞ്ഞു, നിന്റെ ദൈവമൊന്നുമല്ല എന്നെ തള്ളിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവം തള്ളുന്നവനല്ല, താഴെ പോകുന്നവരെ താങ്ങുന്നവനാണെന്ന് പറഞ്ഞു. പറയട്ടെ ദൈവമക്കളെ, എന്റെ ചേച്ചി പിറ്റേ വർഷം അതേ സമയമായപ്പോൾ ചേച്ചി എന്നെ എവിടെ വെച്ചിരുന്നു പറഞ്ഞോ, അതേ സ്പോട്ടിൽ ചേച്ചി എവിടെ വീണോ അതേ സ്പോട്ടിൽ എന്റെ ചേച്ചി തൂങ്ങി മരിക്കാനിടയായി തീർന്നു. തൂങ്ങി മരിക്കാൻ വേറൊന്നുമല്ല കാരണം, ആ വീട്ടിൽ ഒരുപോലെ 3 മരണം. ചേച്ചി ഭക്തി ഭ്രാന്തായി എന്ന് വേണം പറയാൻ. ഭക്തി കൂടി 2 പെൺകുഞ്ഞുങ്ങളെ നല്ല മാന്യമായിട്ട് വിവാഹം കഴിച്ചയച്ചു. സമാധാനമില്ലാതെ എങ്ങനെ എന്റെ ചേട്ടൻ നല്ല ആരോഗ്യദൃഢഗാത്രനും ചേച്ചിയെ സ്നേഹിക്കുന്നവനും കരുതുന്നവനും, ഞങ്ങളെ സഹോദരങ്ങൾക്കെല്ലാം മൂത്ത ചേട്ടനായതുകൊണ്ട് ഞങ്ങളെ എല്ലാം അപ്പനെ തുല്യമായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്ന ഒരു ചേട്ടനായിരുന്നു. എന്റെ ചേച്ചി മരിച്ചത് കാരണം അതേ വർഷം പിറ്റേ അതേ സമയമായപ്പോൾ എന്റെ ചേട്ടൻ തൂങ്ങി മരിച്ചു. ആ ഒരേ കുടുംബത്തിൽ നിന്ന് എന്റെ മൂത്ത ആങ്ങളെയും ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവാഹം. അതിന്റെ പിറ്റേ വർഷം എന്റെ മൂത്ത സഹോദരൻ ആ വീട്ടിൽ തൂങ്ങി മരിച്ചു. 3 സഹോദരങ്ങള്. ഇവരൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, എന്റെ ചേച്ചിക്ക് മാനസികമായിട്ട് വിഭ്രാന്തി കൂടി പന്തളം മെഡിക്കൽ മെഷീനിൽ കിടക്കുമ്പോൾ എന്റെ ചേച്ചിയെ 3 ദിവസം നോക്കാൻ ഞാനും പോയി. അന്ന് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നന്നായി നോക്കണമെന്ന്. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസിയാണ്. ഞാൻ ഇന്ന് യേശുവിനെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്ക് പൊതിയൊക്കെ കെട്ടിക്ക്. ചേച്ചി ഒരു ബാലക്കുഞ്ഞ്, ഒരു 2 മാസമുള്ള കുഞ്ഞിനെ ഞാൻ എങ്ങനെ എടുക്കും? നമ്മൾ അതുപോലെ എടുക്കാൻ ചേച്ചി ഒരു ഡ്രസ്സ് ഇടത്തില്ല. എന്നെ എടുക്കെന്ന് പറഞ്ഞു. മടി ഞാൻ വെച്ചപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് പുളിച്ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിൽ വന്ന് പുളിച്ചോറും കെട്ടി എന്റെ ചേച്ചിയെ പന്തളം മെഡിക്കൽ മെഷീനിൽ പോയി കൊണ്ടുപോയി നോക്കി. 3 ദിവസം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങ് വന്നേച്ച് ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്റെ ചേച്ചിയെ ഞാൻ ഇങ്ങ് കൊണ്ടുപോരട്ടെ എന്ന് എന്റെ മൂത്ത ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, 2 ദിവസം കഴിയട്ടെ മക്കളെ എന്ന് പറഞ്ഞു. ചേച്ചിയെ കൊണ്ടുവന്ന് വീട്ടിൽ ചേച്ചിക്ക് അന്ന് രാത്രി ചേച്ചി ആത്മഹത്യ ചെയ്തു. ചേച്ചി പറഞ്ഞതാ, എന്റെ കൂടെ വരാം, ഞാൻ പോട്ടെ, പൊടിയെറിഞ്ഞ ദൈവത്തെ, എന്നെ പൊടിമോളേന്നാ എന്റെ വീട്ടിൽ വിളിക്കുന്നത്, പൊടിയെറിഞ്ഞ ദൈവത്തെ ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ ചേച്ചിയും എന്റെ ചേട്ടനും അന്ന് എന്റെ കുഞ്ഞുങ്ങളും എന്റെ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ സമ്മതിച്ചില്ല. ആയിരുന്നെങ്കിൽ എന്റെ ചേച്ചി എന്ന് വിശ്വാസത്തിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ സഹോദരങ്ങളെ യേശുവിനെ അറിയണമെന്നുള്ളത്. എന്നും എപ്പോഴും ഞാൻ പറയുന്നത്, ജീവിക്കുന്ന ഒരു കർത്താവ്. അങ്ങനെ പറയാനെ കൊണ്ട് അപ്പൊ ഞാൻ രക്ഷയിലേക്ക് വന്നു. എന്റെ ചേട്ടന് ബൈബിൾ എടുത്തു. അപ്പൊ എന്റെ അമ്മായിയപ്പൻ, ഞങ്ങൾക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോകാൻ വയ്യാത്ത എവിടെ വെച്ചാണ് റെഡി അമ്മാമേ എടി കളിയാക്കുന്ന ഏത് രീതി എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും എന്റെ സഹോദരങ്ങളും ഇന്നും എന്നോട് ഈ കഴിഞ്ഞിട കൊണ്ടാണ് എന്റെ നേരെ മൂത്ത ചേച്ചി എന്നോട് മിണ്ടുന്നത്. എന്നോട് മിണ്ടാത്ത, എന്നെ സഹകരിക്കാത്ത ആൾക്കാർ എന്നെ ഒത്തിരി ഉണ്ട്. എന്റെ ബന്ധുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ ദൈവവചനം എന്ത് പറയുന്ന അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. എനിക്ക് അപ്പന്മാരായിട്ട് അനേകരെ, അമ്മമാരായിട്ട് അനേകരെ, സഹോദരങ്ങളായിട്ട് അനേകരെ ഈ തിരുവചനം എടുത്തതിന്റെ പേര് ഞാൻ ഉദ്ദേശിക്കാത്ത ഭാഗങ്ങളിൽ എന്റെ കർത്താവ് എന്നെ കൊണ്ടെത്തിച്ചു സുവിശേഷ നിമിത്തം. ഹല്ലേലൂയ. എനിക്ക് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തടത്ത് എന്റെ ദൈവം തമ്പുരാൻ എന്നെ കൊണ്ടെത്തിച്ചു. എനിക്ക് 2 കുഞ്ഞുങ്ങളാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവൻ അപ്പോഴത്തേക്ക് നാട്ടിൽ വന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. എന്റെ കുഞ്ഞിനെ +2 കഴിഞ്ഞു. അപ്പം മോളെ അന്നിരുന്ന ദൈവദാസൻ പറഞ്ഞു, പ്രിയേ ഒരു കാര്യം ചെയ്യും, നിന്റെ അപ്പനും അമ്മയൊക്കെ ടാപ്പിങ് ചെയ്ത് ജീവിക്കുന്നതല്ലേ, കുഞ്ഞുങ്ങളെ അവർക്കൊരു സഹായമാകണം. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ BS നഴ്സിംഗ് പഠിപ്പിക്കാം. അവൾ ഒരു ദിവസം മൊത്തം ഉപവാസം വെച്ച് കാത്തിരുന്നു. നിന്റെ ഒരു വാക്കിന് വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് ഞാൻ ചേർക്കാന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ കൂടി ഫീസ് അടച്ചോളാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, വേണ്ട പക്ഷേ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന്. അങ്ങനെ അടൂർ മണക്കാല സെമിനാരിയിലെ BD കോഴ്സ് അവളെ പഠിപ്പിച്ചു. അത് തമ്പുരാന്റെ കൃപയിൽ 11 പേര് എഴുതിയത് ടോപ്പ് മാർക്കോടെ എന്റെ കുഞ്ഞ് പാസ്സായി. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പം തമ്പുരാൻ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ നിന്ദിച്ച ഏതൊക്കെ രീതിയിലാണ് അതേ രീതിയിൽ ദൈവം തമ്പുരാൻ ഉത്തരം അരിക്കുന്ന ഒരു ദൈവമാണ്. എന്റെ ജീവിതത്തിൽ അന്നോട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ തമ്പുരാൻ എന്റെ കുഞ്ഞിന് വേണ്ടി അനുഗ്രഹീതമായി ഞങ്ങളെ എങ്ങനെ ഇറങ്ങിയോ അതേ മാർഗത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന് അവൻ തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ എന്റെ കുഞ്ഞിനെ കൂട്ടുതുണയായിട്ട് ദൈവം തമ്പുരാൻ അവർക്ക് വിവാഹം ചെയ്യുവാൻ തമ്പുരാൻ ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് 2 കുഞ്ഞുങ്ങളുമായിട്ട് അസംബ്ലീസ് ചർച്ച് അമ്പലക്കര 2-3 കൊല്ലം 4 കൊല്ലത്തോളം ഇടുക്കിയില്, ഇവിടെ റാന്നിയില്, അങ്ങനെ 10 വർഷത്തോളമായി മകളെ വിവാഹം ചെയ്തിട്ട് മൂത്ത കുഞ്ഞിന് 9 വയസ്സുണ്ട്, ഇളയ കുഞ്ഞിന് 3 വയസ്സുമായി. ആമേൻ. തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് അവര് കർത്താവിന്റെ വേലയിലോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഞാൻ പറയാം, ഞാനിങ്ങനെ ഇറങ്ങിയതിന് ശേഷം എന്റെ മകനെ പിന്തിരിഞ്ഞു കൊണ്ടുപോകാനെ കൊണ്ട് എന്റെ ബന്ധുക്കളും അവന്റെ സമപ്രായത്തിലുള്ള കൂട്ടുകാരുകളും ഒത്തിരി നോക്കി. അവൻ ചില കാര്യങ്ങളിലൊക്കെ ചെന്ന് വിട്ടു. പക്ഷേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്റെ കുഞ്ഞും കർത്താവിൻ സൗദിയിലായിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് 8 വർഷം പ്രാർത്ഥിച്ച ഒരു പൈതലിനെ എന്റെ ബ്രദർ പാസ്റ്റർ പ്രഹ്ലാദന്റെ ചർച്ചിലെ ലക്ഷ്മി കൃഷ്ണ എന്ന അവിടെ പേര്,
ആമേൻ. അവളെ ഞങ്ങൾ മാൾമോളെന്ന് വിളിക്കും. അവളെ വിവാഹം കഴിച്ച് എന്റെ കുഞ്ഞിന് കാലിൽ 5 വർഷത്തോളമായി അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം പൂർത്തിയാകുന്നു. 3 വയസ്സുള്ള ഒരു മോള എന്റെ മോനുമുണ്ട്. അവര് തിരുവനന്തപുരത്ത് ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ട് മരുമോക്ക്. മോനെ സൗദിയിലുമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്റെ കർത്താവിന്റെ കൃപയിൽ ഞാനും എന്റെ പ്രിയപ്പെട്ടവനും അമ്മേൻ തനിയേ ഉള്ളൂ. ഞാനിപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുക എന്ന് വെച്ചാൽ അന്ന് തൊട്ടേ കർത്താവിന്റെ പെട്ടകം എന്നെടുത്തോ അന്ന് തൊട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവെ, നിന്റെ വേല ചെയ്യാനെ കൊണ്ട് എന്നെ പ്രാപ്തയാക്കണേ. എവിടെ പോയാലും തമ്പുരാൻ തരുന്നതനുസരിച്ച് ഇന്നത്തെ ഞാൻ ഇരുന്ന നാള് തൊട്ടുള്ള ദൈവദാസന്മാരെ അവരെയൊക്കെ കൈത്താങ്ങലാണ്. ഈ പൂമരുത്തിക്കുഴി, ഈ അസംബ്ലി കൂടി ഞാൻ വന്നതിന് ശേഷം എത്രയോ കുടുംബങ്ങൾ വന്നെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? എനിക്ക് ശേഷം 4-5 കുടുംബങ്ങളും കൂടെ വന്നായിരുന്നു. അവരൊക്കെ വന്നവര് ആമേൻ സാമ്പത്തികമായിട്ടുള്ള നന്മ നോക്കിയിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഇരിക്കുന്ന കുടുംബം അവര് അങ്ങനെ ചെയ്യുന്നില്ല, പാസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോയ സ്ഥാനത്ത് ഈ പെട്ടകം ഉയർത്തി നിന്ന് അനേകരുടെ മുന്നിൽ കർത്താവിനെ സാക്ഷിക്കാൻ ദൈവം തമ്പുരാനെ ഇടയാക്കി. കഷ്ടത വന്നു, അനേക ദുഃഖങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്ന്, ഇടുക്കം വന്ന്, ഞെരുക്കം വന്ന്, അവിടെ ഒക്കെ താങ്ങും തണലുമായിട്ട് എന്റെ തമ്പുരാൻ എന്നെ കരം പിടിച്ച് നടത്തി. ആമേൻ. ഇന്ന് ഹല്ലേലൂയ, എന്റെ കൂട്ടുതുണ എനിക്ക് ഏറ്റവും വലുത് എന്റെ ബന്ധുക്കളായിട്ട്, എന്റെ സഹോദരങ്ങളായിട്ട് അനേക പ്രിയപ്പെട്ടവര് എന്റെ ദേശത്ത് തന്നെ എത്രയോ പേര് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് കൂട്ടുതുണകളില്ലാതെ അവര് രക്ഷയിലേക്ക് വരാതെ അവരുടെയൊക്കെ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടത ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്ന മഹാഭാഗ്യം എന്റെ കൂട്ടുതുണയും എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കൃപയിൽ നേടാനാണ്. എന്റെ സഹോദരങ്ങളെ, ആമേൻ. കിളിമാനൂരിൽ നിന്ന് കാരറ്റ് വരെ ഇറങ്ങുന്നതിനിടയിൽ ഒരു പൈതല് എന്നോട് ഞാൻ സുവിശേഷം പറഞ്ഞ് അവളിന്ന് ഇവിടെ തമിഴ്നാട്ടിലെ ഒരു ഡോക്ടറെ ഭാര്യയായിട്ടിരിക്കുന്നു. ആ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒത്തിരി പേരെ കർത്താവിന്റെ നാമത്തിൽ തന്നെ എണ്ണം തമ്പുരാൻ അറിയാം. ഹല്ലേലൂയ. കർത്താവിന്റെ സാക്ഷികളായിട്ട് ഞാൻ കർത്താവിന്റെ സുവിശേഷം പറഞ്ഞത് നിമിത്തം ആ സമാധാനം കണ്ടെത്തി അനേക പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുണ്ട്. ഇന്ന് ഞാനത് പറയുന്നു. എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. എനിക്കൊന്ന് ഞാൻ പറയാം, ഈ ദേശത്ത് എന്നെ നിന്ദിച്ച ദേശത്ത് അങ്ങനെ ആ ദേശത്തായിരിക്കുന്ന സമയത്ത് എന്റെ ഭവനം ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി കുന്നിന്റെ മണ്ടയിലായിരുന്നു. 2004 വരുന്ന സമയത്ത് ഒരു ചെറ്റപ്പര അതായത് ടാറിട്ട 2 റൂം, ഒരു റൂം അടുക്കളയും കിടക്കുന്നിടം ഒരു റൂം അല്ലെങ്കിൽ പൂജാമുറിയായിട്ടിരുന്ന് ഞാൻ ഗിണ്ടി, മുണ്ട, ശൂലം സകലതും കർത്താവിനെ അറിഞ്ഞ സമയത്ത് തന്നെ അല്ല കത്തിച്ചു വാരി ദൂരെ കളഞ്ഞു. എല്ലാം കളഞ്ഞ് കർത്താവിന് എന്റെ ഹൃദയം കൊടുത്തു. ആ ദൈവം തമ്പുരാൻ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുടുംബത്തെ ദൈവം രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹല്ലേലൂയ, ഞാനിപ്പോ ആയിരിക്കുന്നത് ആലയത്തോട് ചേർന്ന്, അതായത് ഹല്ലേലൂയ ഈ 4 കൂടിയ മുക്കിന് പൂമരുതിക്കുഴി ജംഗ്ഷന് തമ്പുരാൻ ഒരു 8 സെന്റ് സ്ഥലം എനിക്ക് തന്നു. അതിൽ മാന്യമായ ഒരു കുഞ്ഞു വീട് വയ്ക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. ചില ബാധ്യതകളൊക്കെ ഉണ്ട്. അതെല്ലാം വീട്ടുവാൻ ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ. എന്റെ ദൈവത്തിന്റെ പൈതങ്ങൾക്ക് കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്ന എന്റെ യേശു ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് എന്റെ എല്ലാത്തിനും മതിയായ ദൈവമാണ്. എന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എന്റെ യേശുവിനെ ഉയർത്തുന്നത് മുഖാന്തരം എന്റെ തമ്പുരാൻ എന്നെ ഇങ്ങനെ എത്രത്തോളം മാനിച്ചു. എന്റെ സഹോദരങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം, എന്റെ ദേശത്തെ എന്റെ ചാർച്ചക്കാർക്ക് കിട്ടാത്ത ഭാഗ്യം, എന്റെ ബന്ധുമിത്രാദികൾക്ക് കിട്ടാത്ത ഭാഗ്യം എന്റെ ഈ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനും യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാനും ഇടയായത്. ഞാൻ അറിഞ്ഞ നാട് മുതൽ പല ടീമിലും പല മാധ്യമങ്ങൾ, അതായത് സൂമിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുകയും അവരോടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം പത്തനാപുരത്ത് അബ്രഹാം ഭാഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മോനച്ചൻ, അദ്ദേഹത്തിന്റെ കൂടെ 10-50 പേരോളം ഉണ്ട് ടീമായിട്ട് അകപ്പേ മിനിസ്ട്രി എന്നല്ല മിനിസ്ട്രിയിലെ ഞാനും ഒരു അംഗമാകുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ എനിക്ക് കൃപ ചെയ്തു. പരസ്യങ്ങളും ട്രാക്ട് വിതരണവും ഒക്കെ ആയിട്ട് കർത്താവിന്റെ വചനവുമായി കടന്നു പോകുന്നു. എവിടെ കടന്നു പോയാലും എന്റെ യേശുപ്പൻ എന്നോട് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി തമ്പുരാൻ ചെയ്തതൊക്കെ എന്നെ കേൾക്കുന്ന ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നവരെ ഹല്ലേലൂയ ഇനിയാണെങ്കിലും നിങ്ങൾ കേൾക്കാനിടയായ ഒന്ന് ഞാൻ പറയാം. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഭാഗവതം ഇങ്ങനെയാണ് തുടങ്ങിയത്. അതൊക്കെ അന്ന് വായിച്ചു പഠിച്ചത് എനിക്ക് ഉപകാരമായി. അസത്വമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുർമാ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, തമസ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മൃത്യുവിൽ നിന്ന് ജീവങ്കലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഋഷിവരന്മാർ എഴുതിയതാ. അന്ന് സത്യവും സാരം അറിയാതെ 29 വയസ്സ് വരെ ഞാൻ വായിച്ചതാ. ഇന്ന് എനിക്ക് പറയാൻ കഴിയും
അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കാൻ ഏക രക്ഷകനും ഏക കർത്താവും യേശു അല്ലാതെ ഒരാളില്ല. അവൻ തമസ് ഇരുട്ടുള്ള ലോകം, ഇരുട്ടിൽ നിന്ന് അവൻ നിത്യ വെളിച്ചമായ യേശു ക്രിസ്തുവിനല്ലാതെ അവൻ നിന്നെ വിടുവിപ്പാൻ, നിന്റെ പാവത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ഏതിൽ നിന്ന് നിന്നെ വിടുവിക്കണമോ അതിന്റെ യേശുപ്പനല്ലാതെ കഴിയത്തില്ല. മൃത്യു ഇവിടെ അവൻ മരണമുള്ള നാടാ, നിത്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് ഋഗ്വേദം ഇങ്ങനെ പറയുന്നത്. ഓം കന്യകായ നമഃ, കന്യകയിൽ ജാതനായവനെ ഞാൻ നിന്നെ നമിക്കുന്നു. ഓം പഞ്ചകായായ നമഃ, 5 മുറിവേറ്റവനെ, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി 5 മുറിവേറ്റ ആ ധാരയിൽ നിന്നൊഴുകിയ രക്തത്തിൽ കൂടി വേണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമെന്ന് ഋഗ്വേദം പറയുമ്പോൾ, ആ ഋഗ്വേദത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ 33 കോടി ദേവന്മാരെ സേവിച്ച് ആരാധിച്ച് പൂജിച്ച് വണങ്ങി 29 വയസ്സ് വരെ കാലം ജീവിച്ച എനിക്ക് അവരിലാരിലും ഒരു രക്ഷ കണ്ടെത്താനായില്ല പ്രിയപ്പെട്ടവരെ. ആമൻ. ആ യേശു ആമൻ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി 33 കോടി ദേവന്മാരെ സേവിച്ചെങ്കിലും ഇന്ന് ഞാൻ പറയാം, എന്റെ യേശു കന്യകയിൽ ജാതനായവനാ. അവൻ 5 മനുഷ്യന്റെ പാപത്തിന് വേണ്ടി 5 മുറിവേറ്റവനാ. അവൻ വൃക്ഷത്തിൽ തൂങ്ങി അവൻ പാപപരിഹാരമായവനാ. അവൻ യേശുവിൽ അല്ലാതൊരു രക്ഷയില്ല. അവൻ ഇന്ന് ലോകം എങ്ങോട്ടാ പോകുന്നേ? അവൻ നോക്കിയേ, കൊല്ലും കൊലയും ആമേൻ സമാധാനമുണ്ടോ ദേശത്ത്? ആമേൻ. എല്ലാ വാക്കും നിറവേറ്റപ്പെടണം, വചനം നിവർത്തീകരിക്കപ്പെടണം, സകല വേദവും നിവർത്തീകരിക്കണം. ആമേൻ. ഖുറാനിൽ ഇങ്ങനല്ലേ പറയുന്നേ, അന്ത്യകാലത്ത് മറിയത്തിന്റെ മകൻ ഈസാ നബി ഭൂമി ഭരിക്കും. ആരാണ് ഈസാ നബി? യേശു കർത്താവ്. യേശു 40 വർഷമല്ല, 1000 ആണ്ട് വാഴാൻ തമ്പുരാൻ വരാൻ ഒരുക്കമായിരിക്കുക. എന്റെ കർത്താവിനെ ഏറ്റു പറയുന്ന അവൻ യേശുവാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവിടെ വാഴും. എവിടെ? പർദാസിൽ, സ്വർഗത്തിൽ എന്റെ തമ്പുരാനോട് കൂടെ വാഴും. അത് ദൈവത്തിന്റെ വചനമാ. ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ഇതാണ് ഏക സത്യ ദൈവം. ഏക സത്യ നിത്യ ദൈവം ഉണ്ടെങ്കിൽ യേശുവല്ലാതെ ഒരാളില്ല എന്ന് എനിക്ക് വിശ്വസിച്ച് പറയാം പ്രിയപ്പെട്ടവരെ. ആമങ്ങനെ ഏത് ക്രിസ്തുവിനെ അറിഞ്ഞാൽ കഷ്ടമില്ലെന്നല്ല, ഭാരമില്ലെന്നല്ല, രോഗം വരുത്തില്ലെന്നല്ല, ഇതെല്ലാം വരും. അപ്പോൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കുക. യേശുവിന്, എന്റെ തമ്പുരാന് നമ്മളെ നിലനിർത്താൻ കഴിയും. നീ ഭക്തിയോടെ ഇരുന്നാ മതി. ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഷ്ടമുണ്ട്, പക്ഷെ കർത്താവിന്റെ കാര്യത്തിൽ മുറുകെ പിടിച്ചാൽ ആമേൻ. ദൈവമേ, ഹല്ലേലൂയ, യേശുവേ നീ എനിക്ക് തുണയെന്ന് പറഞ്ഞ് പിടിച്ചാൽ തമ്പുരാൻ നമ്മളെ നിലനിർത്താനിടയാകും. എന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആമേൻ. കഷ്ടതയുടെ കഴിഞ്ഞ ഈ 5-6 മാസത്തിന് മുന്നേ എനിക്കൊരു എന്റെ കാലിലൊരു വ്രണമുണ്ടായിട്ട് പോന്നി മെഡിക്കൽ കോളേജിൽ കീറി. ആ വ്രണമൊക്കെ കണ്ടാൽ ഇത്രയും വട്ടത്തിലാണ്. നിങ്ങളെ അതൊക്കെ ഫോട്ടോ ഇട്ട് കാണിച്ചാലേ അയ്യോ ഇത് എങ്ങനായിരുന്നു. എന്റെ ഡോക്ടറെ എന്നെ ചികിത്സിച്ച ആമേൻ എന്റെ ചേച്ചിയുടെ മരിച്ചുപോയ ചേച്ചിയുടെ മോളാണ് എന്നെ കൊണ്ട് ആശുപത്രി പോയി. എന്റെ മോളോട് പറഞ്ഞു മുട്ടിന്റെ അടിവശം കാണത്തില്ല, കിട്ടത്തില്ലെന്ന്. ഒരു മാസം ആ ഹോസ്പിറ്റൽ 12 ദിവസം ഞാൻ ഹോസ്പിറ്റലിലും കിടന്നു. പിന്നെ ഒരു മാസത്തിന് ശേഷം ഞാൻ എന്റെ ജോലിക്ക് ഇറങ്ങി. അങ്ങനെ രോഗം വന്നാലും യേശുവിന് കഴിയാത്ത തമ്പുരാനെ നമ്മുടെ വീട്ടിലെ കഷ്ടത ഓർക്കുമ്പോഴേ പലപ്പോഴും പലരും വിശ്വാസത്തിൽ വന്നിട്ട് ഇട്ടേച്ചു പോകുന്നതാ. പക്ഷെ അവിടെയൊക്കെ നിൽക്കാൻ ദൈവം കൃപ തരും. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഈ വചനപ്രകാരം വചനം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. വചനമാ ദൈവം. ആമേൻ. ഈ ബൈബിൾ എടുത്തങ്ങ് വായിച്ചാൽ മതി, കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യേശു നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ വചനത്തിലാണ് സത്യവും സാരവും സകലതും ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമമുള്ള, ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, സകലത്തിന്മേലും ആമേൻ മേലായ നാമമുള്ള, ഋഗ്വേദം, സമവേദം, യജുർവേദം എല്ലാ വേദത്തിലും മേലായ നാമമുള്ള യേശുവാണ് സർവശക്തൻ എന്ന് മനസ്സിലാക്കി ആ തമ്പുരാന്റെ കരത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അങ്ങനെ നിൽക്കണം. എന്റെ കർത്താവിന് വേണ്ടി നിൽക്കണം. എന്റെ കുഞ്ഞുങ്ങൾ നിൽക്കണം. എന്റെ പ്രിയപ്പെട്ടവർ നിൽക്കണം. താഴ്ന്നു പോകരുത്, താളടിയായി പോകരുത്. ഇത്രത്തോളം സമയം എന്നെ കേട്ട നിങ്ങളോട് ഞാൻ ആമേൻ, ദൈവഭക്തനോട് ആമേൻ, അരോമ ടിവിയോട്, പ്രേക്ഷകരോട് ആമേൻ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നമ്മുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മോഹിനി. സംഭവബഹുലമായ ഈ ജീവിതയാത്രയിൽ ദൈവത്തെ അറിയുവാൻ, കണ്ടുമുട്ടുവാൻ, ദൈവത്തിൻ്റെ മകളായി തീരുവാൻ ഇടയായി തീർന്ന ആ ജീവിതയാത്രയുടെ ഒരു സംക്ഷിപ്ത ചിത്രം മാത്രമാണ് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞതെന്ന് കേൾവിക്കാർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഏതൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ജനിച്ച നാൾ മുതൽ സങ്കീർണമായ ജീവിതപാതകളെ പിന്നിടുവാൻ ഇടയായി തീർന്നു. വനത്തിലും മൃഗങ്ങളോടൊപ്പയും വേണ്ടതുപോലെ ആഹാരം കഴിക്കാതെ, അല്ലെങ്കിൽ നല്ലൊരു
ബാല്യത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വഴക്കും മറ്റ് പലവിധമായ ലോകത്തിൻ്റെതായ സമ്മർദ്ദങ്ങളുടെ നടുവിലും ജീവിതം കഴിച്ച ആ ഒരു ബാല്യം, യൗവനം, എന്നാൽ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്ന വലിയവനായ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തികളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഈ അവസരത്തിൽ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ പല പ്രിയപ്പെട്ടവരാ വീട്ടിൽ അവരുടെ ജീവിതം മതിയാക്കിയപ്പോൾ ഒരുപക്ഷെങ്കിൽ ഇന്ന് കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ പ്രിയ മോഹിനി സിസ്റ്റർ ഇന്ന് ഈ അനുഭവത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം നമ്മൾ കേട്ട് കഴിഞ്ഞു, പല ആവർത്തി ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. എന്നാൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം മടക്കി വരുത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് വിചാരിച്ച് ഓരോ ദിവസവും ജീവിതത്തെ തള്ളി നീക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഒരുപക്ഷെങ്കിൽ നിങ്ങളെ മരണത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ജീവിതാനുഭവങ്ങൾ ഒരു വഴിത്തിരിവായി തീരട്ടെ, ഒരു വഴികാട്ടിയായി തീരട്ടെ. ആ നിത്യജീവങ്കിലേക്ക്, സത്യദൈവത്തിങ്കിലേക്കുള്ളതായ ഒരു തിരിച്ചുപോക്കാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എവിടെയായിരുന്നാലും നമ്മെ ഒരു നിമിഷം സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? നാം കണ്ണുകളെ അടയ്ക്കുമ്പോൾ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുമ്പോൾ, ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയാടായി തീർന്ന ആ കുഞ്ഞാടിൻ്റെ തിരുരക്തം നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുവാൻ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, നമ്മുടെ കടങ്ങളെ വീട്ടുവാൻ, നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ പര്യാപ്തമായ ആ വിരിക്കപ്പെട്ട ആ ആണിപ്പെഴുതേറ്റ കരങ്ങളിലേക്ക് നാം ഒന്ന് നോക്കൂ. ആ കരം നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ പ്രശ്നത്തിലേക്ക്, നിങ്ങളുടെ ശിരസിനെ തൊടുവാൻ തക്കവണ്ണം ഇതാ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ നിമിഷം ദൈവസന്നിധിയിൽ ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗദുഃഖങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം വഹിക്കുന്ന സർവശക്തന്റെ പാദപീഠത്തിങ്കിൽ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാം, നമ്മുടെ ശിരസൊന്ന് നമിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി മോഹിനി അശോകൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവദാസനെ, ഞാൻ എന്നെ രക്ഷയിലേക്ക് വന്നപ്പോ എന്റെ കട്ടതിൽ ഞാൻ എഴുതിയൊരു പാട്ടിന്റെ 2 പരിപാടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജീവിത പാതയിൽ കർത്താവേ, നീ അല്ലാതില്ല എനിക്ക് ഭയം. ജീവിത പാതയിൽ കർത്താവേ, നീ അല്ലാതില്ല എനിക്ക് ഭയം. തിരുവചനം മാത്രം ശക്തിയുമേ, തിരുഹിതത്താൽ എന്നെ പോറ്റണമേ. തിരുവചനം മാത്രം ശക്തിയുമേ, തിരുഹിതത്താൽ എന്നെ പോറ്റണമേ. യേശുവേ രക്ഷക, ഈ പാപിയെ കൈവിടല്ലേ. യേശുവേ രക്ഷക, ഈ പാപിയെ കൈവിടല്ലേ. കർത്താവിൻ സന്നിധിയിൽ വരുന്നേ, തിരുകൃപയാൽ എന്നെ നിറയ്ക്കണമേ. കൃപ കടാക്ഷങ്ങൾ ചൊരിയണമേ, വചനത്താലുള്ള നിറയണമേ. പരിശുദ്ധ കർത്താവേ, എന്റെ അപ്പന്റെ തിരുവചനം എടുത്തപ്പോൾ, എന്റെ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരം എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചപ്പോൾ ആരുണ്ടപ്പാ എനിക്ക് തുടയെന്ന് കർത്താവിനോട് ചോദിച്ച രാത്രികൾ, അപ്പനോട് ഞാൻ കരഞ്ഞ വാക്കുകളാണിത്. എന്റെ കർത്താവിനെ രക്ഷയിലേക്ക് നടത്തി ഈ ജീവന്റെ പുസ്തകം എടുക്കുവാൻ, ഈ കർത്താവിനെ സാക്ഷിക്കുവാൻ ഇവിടെയാക്കി. ഇതുപോൽ കാലം കർത്താവിന്റെ ശ്രേഷ്ഠ ഭക്തൻ ആരോമ ടിവിയിൽ കർത്താവേ ഹല്ലേലൂയ അഭിഷിക്ത ദൈവദാസനോട് ചേർന്ന്, ആ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചേർന്ന്, ആരോമ ടിവിയുടെ പ്രേക്ഷകരോട് ചേർന്ന്
എന്റെ കർത്താവിന്റെ സാക്ഷിയാകുവാൻ ദൈവം ഇടയാക്കി. കർത്താവേ, അങ്ങ് നടത്തിയെന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, അങ്ങ് കരുതിയതല്ലാതെ ഒന്നുമില്ല. കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരത്തിനും നന്ദി. ആമേൻ. കർത്താവിന്റെ ഭക്തനായി സ്തോത്രം. അദ്ദേഹത്തിന്റെ പിതാവിൽ കൂടിയൊക്കെ ഈ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവേ, ആമേൻ, ദൈവവചനം പറഞ്ഞു തന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നിത്യതയിൽ പ്രവേശിച്ചു എങ്കിലും കർത്താവേ, ആമേൻ, ഇത് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവുമാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ഭക്തന്റെ പിതാവ് അന്ന് എന്റെ ഭവനങ്ങൾ കയറി വന്ന് യേശുവിനെ, ആമേൻ, കർത്താവേ, ഹല്ലേലൂയ, രക്ഷകനാണ് മകളെ, നീ ഇത് പിടിച്ചത് നല്ലതാണ്, ആമേൻ, നീ ഇത് എടുത്ത പുസ്തകമാണ്, അതല്ലാതെ രക്ഷയില്ലെന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് എന്റെ തമ്പുരാനെ അദ്ദേഹത്തിന്റെ മകനോട് ചേർന്ന് എന്റെ യേശുവിന്റെ സാക്ഷിയായി തീർന്നല്ലോ. കർത്താവേ, നന്ദിയോടെ എന്റെ അപ്പനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടുത്തെ കുടുംബജീവിതത്തിനായി സ്തോത്രം. ആമേൻ. മിഷൻ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ആരോമേറ്റീവിൽ കൂടി അനേകരുടെ കാലിന് സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നവർക്ക് സ്തോത്രം. കർത്താവ് നിന്റെ ഭക്തനെ ശക്തിയോട് ഉപയോഗിക്കണമേ. ദൈവകൃപയോടെ കർത്താവിന്റെ വരവോളം അന്ത്യത്തോളം നിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കണമേ അപ്പാ. ഹല്ലേലൂയ. ദൈവമേ, ആരോമേറ്റീവിയുടെ പ്രേക്ഷകർക്കായി സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന, തുടർന്നും ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും എന്റെ ഈ സാക്ഷ്യം കർത്താവേ ഒരു വലിയ വിടുതലാക്കി തീർക്കണമേ. അവൻ ചാകാത്ത പുഴുവും കെടാത്ത തീയും നിത്യ നരകത്തിൽ നിന്നും അവൻ അനേകർക്കൊരു വിടുതലായി അടിയന്റെ സാക്ഷ്യം തീരട്ടെ തമ്പുരാനെ. അടിയനെയും കുടുംബത്തെ നിലനിർത്തിക്കൊള്ളണമേ. ദൈവകൃപയിൽ വചനമെടുത്തത് ഒരിക്കലും കർത്താവേ എന്ത് ഭാരം വന്നാലും പ്രയാസം വന്നാലും കർത്താവേ തിരുവചനം തത്തുവയ്ക്കുവാൻ ഇടയാകരുത്. വചനം മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള അഭിഷേകവും കൃപയും അങ്ങയുടെ കൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണം. കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. സമയം അനുവദിച്ച് എല്ലാ ആമേൻ കർത്താവേ പാലിലെ ദൈവസനിൽ കടന്നു വന്ന ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. തുടർന്നും തമ്പുരാന്റെ കൃപയിൽ സൂക്ഷിക്കും, മാനിക്കും, നിറയ്ക്കും, നിലനിർത്തും. ദൈവകൃപ കൊണ്ട് പൊതിയും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി മോഹിനി അശോകൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവം നമ്മ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കടന്നു വന്നതിനെ കർത്താവിന്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമം മഹിപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാം. അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.